കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുവചന പഠനത്തിനായിട്ട് ദൈവം നമുക്ക് വീണ്ടും ഒരവസരം നൽകുന്നുവല്ലോ. ഷോർട്ട് നോട്ടീസിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വചനവുമായിട്ട് നിൽക്കുന്നത്. വേണ്ടത്ര സമയം ഒരുപക്ഷെ അതിൻ്റെ പിന്നിൽ ചെലവഴിപ്പാനായിട്ട് എനിക്ക് സാധിച്ചില്ല, അതൊരു കുറവാണ്. ദൈവമക്കൾ വിശേഷാൽ പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ചില ആഴ്ചകൾക്ക് മുമ്പ് ഇതേപോലെ ഒരു അവസരത്തിൽ ലേവ്യ ഗോത്രത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. നമ്മൾ ചിന്തിച്ചത് ലേവ്യ ഗോത്രത്തിൻ്റെ പ്രത്യേകതകൾ, അവരുടെ ഉത്ഭവം, മാത്രമല്ല അവരുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും ശാപകരമായിട്ടുള്ള അവസ്ഥയും എങ്ങനെയാണ് ദൈവം അതിൽ നിന്ന് അവരെ കരകയറ്റിയത്. സന്നിഗ്ധ ഘട്ടങ്ങളിൽ പ്രതികരിക്കുവാനായിട്ട് ദൈവം അവരെ എടുത്ത് ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, ദൈവം അവരോടൊരു ഉടമ്പടി ചെയ്യുകയും അതൊരു നിത്യ നിയമമായിട്ട് അത് ദൈവം കരുതുകയും ദൈവം അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുകയും ചെയ്തു. മാത്രമല്ല, ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം അവരെ തിരഞ്ഞെടുത്തു എന്ന് നാം കാണുകയുണ്ടായി. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ലേവ്യരുടെ ശുശ്രൂഷ എന്താണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ പല സന്ദർഭങ്ങളിൽ ഇതിനോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകാം, പഠിച്ചിട്ടുണ്ടാകാം. ഇന്ന് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. പ്രാരംഭമായിട്ട് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. സംഖ്യാപുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കാം. നമ്പേഴ്സ് ചാപ്റ്റർ 3 വേഴ്സ് 13. അതിൻ്റെ 12 മുതൽ ഞാൻ വായിക്കുകയാണ്. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ പിറക്കുന്ന എല്ലാ കടിഞ്ഞൂലിനും പകരം ഞാൻ ലേവ്യരെ ഇസ്രായേൽ മക്കളിൽ നിന്ന് എടുത്തിരിക്കുന്നു. ലേവ്യർ എനിക്കുള്ളവരായിരിക്കണം. കടിഞ്ഞൂലെല്ലാം എനിക്കുള്ളത്. ഞാൻ മിസ്രയീം ദേശത്ത് കടിഞ്ഞൂലിനെ ഒക്കെ കൊന്ന നാളിൽ ഇസ്രായേൽ മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെ എല്ലാം എനിക്കായിട്ട് ശുദ്ധീകരിച്ചു. അത് എനിക്കുള്ളതായിരിക്കണം. ഞാൻ യഹോവ ആകുന്നു. എന്തുകൊണ്ട് ദൈവം ലേവ്യ ഗോത്രത്തെ തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളതിന് പല കാരണങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിക്കാൻ ശ്രമിച്ചതാണ്. എന്നാൽ ഇവിടെ യഹോവയായ ദൈവം നേരിട്ട് എന്തുകൊണ്ടാണ് ലേവ്യ ഗോത്രത്തെ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അതിൻ്റെ കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്, മിസ്രയീം ദേശത്ത് വെച്ച് കടിഞ്ഞൂൽ സംഹാരം നടന്നപ്പോൾ ദേശത്തിലെ അല്ലെങ്കിൽ മിസ്രയീമിലെ സകല കടിഞ്ഞൂലുകളും സംഹരിക്കപ്പെട്ടപ്പോൾ അതിനോടൊപ്പം ഇസ്രായേൽ ജനത്തിൻ്റെ കടിഞ്ഞൂലുകളും സംഹരിക്കപ്പെടേണ്ടതായിരുന്നു. എന്നാൽ പെസഹ കുഞ്ഞാടിൻ്റെ യാഗാർപ്പണത്താൽ ചോരത്തളിയാൽ ദൈവം ഇസ്രായേലിലെ എല്ലാ കടിഞ്ഞൂലിനെയും മരണത്തിൽ നിന്ന് രക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ദൈവം എടുത്ത ഒരു കാര്യമാണ് കടിഞ്ഞൂലെല്ലാം എനിക്കുള്ളത്. അതുകൊണ്ട് ഈ കടിഞ്ഞൂലുകൾ സംഹരിക്കപ്പെടാതെ ദൈവം അവരെ രക്ഷിച്ചു. മാത്രമല്ല, അവർക്ക് പകരമായിട്ട് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിലെ സകല കടിഞ്ഞൂലുകൾക്കും പകരമായിട്ട് ലേവി ഗോത്രത്തെ തനിക്ക് വേണ്ടി വേർതിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരണപ്പെടേണ്ടുന്ന ഒരു സ്ഥാനത്ത് ജീവൻ ലഭിച്ച ഒരു സമൂഹത്തിന് പകരമായിട്ട്, കൊല്ലപ്പെടേണ്ടിയിരുന്ന ഒരു കൂട്ടം ജനത്തിന് പകരമായിട്ട് അവർ ജീവനോടെ ശേഷിച്ചിരിക്കുമ്പോൾ അതിന് പകരമായിട്ട് ദൈവം വേർതിരിച്ച ഒരു സമൂഹമാണ് ആര് എന്ന് പറയുന്നത്? ലേവി ഗോത്രം എന്ന് പറയുന്നത്. അപ്പം മറ്റെല്ലാ കാരണങ്ങളും അതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ പോലും ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ മക്കളിൽ എല്ലാ കടിഞ്ഞൂലുകൾക്കും പകരം ലേവ്യരുടെയും അവരുടെ മൃഗങ്ങൾക്ക് പകരം ലേവ്യരുടെ മൃഗങ്ങളെയും എടുക്കുക. ഇസ്രായേൽ മക്കളിലെ സകല കടിഞ്ഞൂലുകളും അത് ദൈവത്തിനുള്ളതാണ്. എന്നാൽ അതിന് പകരമായിട്ട് ഒരു ഗോത്രത്തെ മുഴുവനായിട്ട് എന്ത് ചെയ്യുകയാണ്? ദൈവം തനിക്ക് വേണ്ടി വേർതിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്കറിയാം, വീണ്ടെടുപ്പ് വിലയോടുള്ള ബന്ധത്തിൽ അതിൻ്റെ ഇതേ അധ്യായം തന്നെ 45-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ഇസ്രായേൽ മക്കളിൽ എല്ലാ കടിഞ്ഞൂലുകൾക്കും പകരം ലേവ്യരെയും അവരുടെ മൃഗങ്ങൾക്ക് പകരം ലേവ്യരുടെ മൃഗങ്ങളെ എടുക്കുക. ലേവ്യർ എനിക്കുള്ളവരായിരിക്കണം. ഞാൻ യഹോവയാകുന്നു. ഇസ്രായേൽ മക്കളുടെ കടിഞ്ഞൂലുകളിൽ ലേവ്യരുടെ എണ്ണത്തെ കവിഞ്ഞുള്ള 273 പേരുടെ വീണ്ടെടുപ്പിനായി തലയ്ക്ക് 5 ശേക്കൽ വീതം വാങ്ങണം. കണക്കും പറഞ്ഞിട്ടുണ്ടല്ലേ. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കളിലെ കടിഞ്ഞൂലുകളുടെ എണ്ണം എടുക്കുക, എണ്ണമെടുത്തിട്ട് ലേവ്യരുടെ ഗോത്രത്തിൻ്റെ സംഖ്യയുടെ എണ്ണം എടുക്കുക. എണ്ണം എടുത്തു കഴിഞ്ഞപ്പോൾ കുറവ് എത്ര വന്നു? 273
273 പേരുടെ എണ്ണത്തിൻ്റെ കുറവ്. കണക്ക് മനസ്സിലായോ? ഇസ്രായേൽ ജനത്തിലെ എല്ലാ ആദ്യജാതന്മാരുടെ എണ്ണം എടുക്കുക, ലേവി ഗോത്രത്തിലെ എല്ലാവരുടെയും എണ്ണം എടുക്കുക. ആ എണ്ണം എടുത്ത് കഴിഞ്ഞപ്പോൾ ഈ ആദ്യജാതന്മാർക്ക് പകരമാണ് ലേവി ഗോത്രത്തെ എടുക്കുന്നത്. പക്ഷേ എണ്ണം എടുത്തു കഴിഞ്ഞപ്പോൾ ലേവിയുടെ എണ്ണത്തിൽ എത്ര കുറവ് വന്നു? 273 പേരുടെ കുറവ് വന്നു. ആ കുറവ് എങ്ങനെ പരിഹരിക്കുന്നത്? ഓരോരുത്തർക്ക് അവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഒരു തലയ്ക്ക് 5 ശേക്കൽ വീതം വാങ്ങണം എന്ന് പറഞ്ഞാൽ 713 ഗുണം 5 ശേക്കൽ വീണ്ടെടുപ്പ് വില. അതിൻ്റെ അർത്ഥം ലേവിനെ കൊണ്ട് വീണ്ടെടുക്കുവാൻ സാധിക്കാത്ത എണ്ണത്തിന് തക്കവണ്ണമുള്ള 273 പേരുടെ വീണ്ടെടുപ്പ് വില 5 ശേക്കൽ വീതം ഓരോരുത്തർക്ക് കണക്കാക്കി അവിടെ നിശ്ചയിക്കാം. ഇപ്പം പറഞ്ഞത് മനസ്സിലായല്ലോ. ആദ്യജാതന്മാരെ വീണ്ടെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിന് പകരമായിട്ട് ഒരു ഗോത്രത്തെ തനിക്കായിട്ട് എടുത്തു. അതിനകത്ത് എണ്ണം തികയാത്ത ബാക്കി എണ്ണമുണ്ടെങ്കിൽ അവരുടെ വീണ്ടെടുപ്പ് വില എന്തിനു വേണ്ടി? ദൈവത്തിന് വേണ്ടി, അല്ലെങ്കിൽ ദൈവാലയത്തിന് വേണ്ടി അത് ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്ന് പറഞ്ഞാൽ, ലേവി ഗോത്രത്തിൻ്റെ എന്തെങ്കിലും ക്രെഡിറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല, ദൈവത്തിന് അങ്ങനെ കൃപ തോന്നി അവരെ എടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാം. മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത്, അവർ എനിക്കുള്ളവരായിരിക്കണം. ഇത് വിശ്വാസികളോടുള്ള ബന്ധത്തിൽ നമ്മൾ പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. നാം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു എന്ന് പറഞ്ഞാൽ, നമ്മയും ദൈവം വീണ്ടെടുത്തിരിക്കുകയാണ്. നമ്മയും ദൈവം തൻ്റേതാക്കി മാറ്റിയിരിക്കുകയാണ്. തനിക്ക് വിശുദ്ധമായിരിക്കേണ്ടതിന് തനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ജനമാക്കി ദൈവം നമ്മെ മാറ്റിയിരിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൽ ഒരു സഭയുടെ പേര് പറയുന്നുണ്ട്. അതേത് സഭയുടെ പേരാ? എബ്രായ ലേഖനം 12-ാം അധ്യായം 22-ാം അധ്യായത്തിൽ ഒരു സഭയുടെ പേര് പറയുന്നുണ്ട്. ആ സഭയുടെ പേര് ആദ്യജാതന്മാരുടെ സഭ എന്ന് പറഞ്ഞാൽ എന്താ ഈ ആദ്യജാതന്മാരുടെ സഭ? ആദ്യത്തെ മക്കളുടെ എല്ലാം കൂടിയുള്ള സഭയാണോ? ഇല്ല. ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ട അവരെ ആദ്യജാതന്മാർ എന്നാണ് പറയുന്നത്. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടത്തെക്കുറിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലേവ്യരുടെ പാഠങ്ങൾ പഠിക്കുമ്പോൾ അത് നാമുമായിട്ട്, വിശ്വാസികളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചില പാഠങ്ങൾ അതിനകത്ത് നിന്ന് ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. ലേവ്യരുടെ ചരിത്രമാകട്ടെ, അവരുടെ ശുശ്രൂഷകളാകട്ടെ, അതിൻ്റെ സൂചകങ്ങളായിട്ട് നമുക്ക് എടുക്കുന്നതിൽ തെറ്റില്ല. നമ്മൾ ലേവ്യരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പൊതുവിൽ ലേവി ഗോത്രത്തെ തനിക്ക് വേണ്ടി വേർതിരിച്ചു. എന്നാൽ ലേവി ഗോത്രത്തിനകത്തൊരു പ്രത്യേക കുടുംബത്തെ ഒരു പ്രത്യേക പരിഗണനയോടുകൂടെ ദൈവം സ്വീകരിച്ചു. ആ കുടുംബം എന്ന് പറയുന്നത് ആ ഗോത്രത്തിലെ കെഹാത്തിൻ്റെ ആ പാരമ്പര്യത്തിൽപ്പെടുന്ന അമ്രാമ്യർ എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ മോശയുടെ സഹോദരന്മാരും ഒക്കെ അതിനകത്ത് വരുന്നതാണ്. അമ്രാമിൻ്റെ ആ സന്തതി പരമ്പരയിൽ അഹ്റോൻ്റെ കുടുംബത്തെ ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചു. അപ്പോൾ അത് എന്ത് ശുശ്രൂഷയാണ്? അത് പൗരോഹിത്യമാണ്, അല്ലേ? അപ്പം ലേവ്യർക്കാണ് പൗരോഹിത്യമുള്ളത്. എല്ലാ ലേവ്യരും പുരോഹിതന്മാരല്ല. ലേവി ഗോത്രത്തിൽ അമ്രാമ്യ കുലത്തിൽ അഹ്റോൻ്റെ ലൈനിലുള്ളവർ മാത്രമേ എന്തായിട്ട് തിരിയുള്ളൂ? പുരോഹിത ശുശ്രൂഷയും മഹാപുരോഹിതമൊക്കെ അവർക്ക് മാത്രമേ ലഭ്യമാകുകയുള്ളൂ. ബാക്കിയുള്ള എല്ലാവർക്കും പൊതുവിൽ അറിയപ്പെടുന്ന ഒരു കാര്യമാണ് ലേവ്യർ എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. മോശ, അഹ്റോൻ അവർ രണ്ടും ബ്രദേഴ്സാണ്. അഹ്റോനാണ് പൗരോഹിത്യം. മോശയുടെ മക്കൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പരിഗണന ഉണ്ടോ? മോശയുടെ മക്കൾക്ക് എന്തേലും? അഹ്റോന് പൗരോഹിത്യം ദൈവം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ മോശയുടെ സന്തതി പരമ്പരയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത പ്രയോറിറ്റീസ് കൊടുത്തിട്ടുണ്ടോ? ഒരു പ്രയോറിറ്റിയും കൊടുത്തിട്ടില്ല. അവർ കെഹാത്യ കുലങ്ങളോട് ചേർന്ന് എന്ത് ചെയ്യണം? അവരാ ശുശ്രൂഷ ചെയ്തേ മതിയാകും. അഹ്റോൻ്റെ ലൈനിന് മാത്രമേ പൗരോഹിത്യം കൊടുത്തുള്ളൂ. നമ്മൾ സംഖ്യാപുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 16-ാം അധ്യായം നമുക്കറിയാവുന്ന ചരിത്രമാണ്. അവിടെ ഒരു മത്സരം നടക്കുന്നുണ്ട്. എന്താ മത്സരം? അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: അവർ മോശയ്ക്കും അഹ്റോനും, കോരഹ്, ദാദാൻ, അബീരാം തുടങ്ങിയവർ. സംഖ്യാപുസ്തകം 16-ാം അധ്യായം. 3-ാം വാക്യം. 16-ാം അധ്യായം 16-ാം 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 വാക്യം. 16-ാം അധ്യായം
ലേവിയുടെ മകനായ കെഹാത്തിൻ്റെ മകനായ ഇസ്ഹാറിൻ്റെ മകൻ കോരഹ്. ലേവി ഗോത്രത്തിലെ കെഹാത്തിൻ്റെ മകനാണ്, ഇപ്പം കെഹാത്യ കുലത്തിലാണ്. ഇസ്ഹാറിൻ്റെ മകൻ കോരഹ്. രൂബൻ ഗോത്രത്തിൽ എലിയാബിൻ്റെ പുത്രന്മാരായ ദാദാൻ, അബീരാം, പേലത്തിൻ്റെ മകനായ ഓൻ എന്നിവർ ഇസ്രായേൽ മക്കളിൽ സഭാപ്രധാനികളും സംഘസദസ്യന്മാരും പ്രമാണികളുമായ 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിക്കുകയാണ്. അവർ മോശയ്ക്കും അഹ്റോനും വിരോധമായിട്ട് കൂട്ടം കൂടി അവരോട് മതി, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശ്വസ്തരാകുന്നു, യഹോവ അവരുടെ മധ്യേ ഉണ്ട്, പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്കും ഇതേ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ ലേവ്യ കുലത്തിൽപ്പെട്ട കോരഹും കൂട്ടരും തന്നെ അഹ്റോനും കുടുംബത്തിനും വേണ്ടി ദൈവം പ്രത്യേകിച്ച് വേർതിരിച്ച ആ ദൗത്യത്തിന് വേണ്ടിയിട്ട് മത്സരിക്കുകയാണ്. എന്താ അവിടുത്തെ ആർഗ്യുമെൻറ്റിൻ്റെ ബേസ്? സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു. പിന്നെ എന്തിനാണ് അഹ്റോനെ നീ ഞങ്ങൾക്ക് മീതെ ഉയർത്തുന്നത്? അല്ലയോ മോശയെ, നീ എന്തുകൊണ്ട് ഞങ്ങളെക്കാൾ അധികമായിട്ട് എന്ത് ചെയ്യുന്നു? നിങ്ങൾ മുൻഗണനകൾ എടുക്കുന്നു. ഈ മത്സരത്തിൻ്റെ മുമ്പാകെ അവിടെ പറയുന്ന ചില ന്യായങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കോരഹിനോട് പറയുന്ന ചില വാദങ്ങൾ, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതിൻ്റെ 8-ാം വാക്യം, 16-ന്റെ 8-ാമത്തെ വാക്യത്തിൽ പിന്നെ മോശെ കോരഹിനോട് പറഞ്ഞത്, ലേവി പുത്രന്മാരെ കേൾപ്പിൻ. നോക്കണേ, മോശയും ലേവി ഗോത്രത്തിലാണ്, അഹ്റോനും ലേവി ഗോത്രത്തിലാണ്, കോരഹും ലേവി ഗോത്രത്തിലാണ്. എന്നാൽ അഹ്റോനും കുടുംബത്തിനും മാത്രമായിട്ട് ദൈവം നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തെ ചലഞ്ച് ചെയ്തുകൊണ്ട് കോരഹും കൂട്ടരും മത്സരത്തിന് വേണ്ടി വന്നപ്പോൾ മോശ അവരോട് പറയുകയാണ്, ലേവി പുത്രന്മാരെ കേൾപ്പിൻ, യഹോവയുടെ തിരുനിവാസത്തിലെ വേല ചെയ്യുവാനും സഭയുടെ ശുശ്രൂഷയ്ക്കായി അവരുടെ മുമ്പാകെ നിൽപ്പാനും ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങളെ തൻ്റെ അടുക്കൽ വരുത്തേണ്ടതിന് ഇസ്രായേൽ സഭയിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിങ്ങൾക്ക് പോരായോ? നോക്കണേ, ആ ഒരു ആർഗ്യുമെൻ്റ് എത്ര ശക്തമാണെന്ന് നോക്കണേ. അല്ലയോ കോരഹേ, അല്ലയോ ദാഥാനെ, അബീരാമേ, അല്ലെങ്കിൽ ഈ കോരഹിനോട് ചേർന്ന് നിന്ന ലേവ്യ പുത്രന്മാരോട് പറയുകയാണ്, നിങ്ങളെ ദൈവം തൻ്റെ വിശുദ്ധ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ച് തൻ്റെ വിശുദ്ധ നിവാസത്തോട് അടുത്ത് വരുവാനായിട്ട് നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങളെ ശുശ്രൂഷയ്ക്ക് ആക്കിയിരുന്നില്ലയോ? അത് പോരായോ? വീണ്ടും അവൻ നിന്നെയും ലേവി പുത്രന്മാരായ നിന്റെ സഹോദരന്മാരെയും സകല സഹോദരന്മാരെയും തന്നോട് അടുക്കുമാറാക്കിയല്ലോ, നിങ്ങൾ പൗരോഹിത്യം കൂടെ കാക്ഷിക്കുന്നുവോ എന്ന് അവിടെ പറയാണ്. ഇത് ഹേതുവായിട്ട് നീയും നിന്റെ കൂട്ടുകാരൊക്കെയും യഹോവയ്ക്ക് വിരോധമായി കൂട്ടം കൂടിയിരിക്കുന്നു. നിങ്ങൾ അഹ്റോന്റെ നേരെ പിറുപിറുപ്പാൻ തക്കവണ്ണം അവൻ എന്തുമാത്രമുള്ളൂ. നോക്കണേ, ഇവിടെ ശരിക്കും പിറുപിറുപ്പ് മോശയ്ക്കെതിരെയല്ല, പിന്നെയോ അഹ്റോനെതിരെയാണ്, പൗരോഹിത്യത്തിനെതിരെയാണ് ഇവിടെ മത്സരം. അപ്പം ഞാൻ എന്തിനാ ഇതെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോണ്ടെക്സ്റ്റ് പറയാൻ വേണ്ടിയിട്ടല്ല. ലേവ്യ ഗോത്രത്തെ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചിരിക്കെ തന്നെ അതിനകത്തുള്ള ഒരു കുലത്തെ, അഹ്റോന്റെ കുലത്തെ ദൈവം പൗരോഹിത്യം ഏൽപ്പിച്ചു എന്നുള്ളത് ദൈവത്തിൻ്റെ മുൻഗണനയിൽ പെടുന്ന കാര്യമാണ്, ദൈവത്തിൻ്റെ തീരുമാനത്തിൽപ്പെടുന്ന കാര്യമാണ്. ആ കാര്യത്തോട് മത്സരിക്കുവാനായിട്ട് കോരാഹിന് പാടില്ലായിരുന്നു. മോശ പറയുന്നത്, ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരത്തിനടുത്ത് തിരുനിവാസത്തിൻ്റെ അടുത്ത് വരെ വന്ന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നിങ്ങളെ ആക്കിയത് നിങ്ങൾക്ക് പോരായോ? ദൈവം അവരെ ഏൽപ്പിച്ച മഹനീയമായിട്ടുള്ള ശുശ്രൂഷയുടെ മൂല്യം അവർ മനസ്സിലാക്കിയില്ല എന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ മറികടക്കുവാനായിട്ടൊരു ശ്രമം നടത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം അതിനെ തക്കതായിട്ടുള്ള ശിക്ഷ അവർക്ക് നൽകുകയും മാത്രമല്ല പൗരോഹിത്യം ആർക്കാണ് എന്നുള്ളത് അവരുടെ മുമ്പാകെ തെളിയിക്കുകയും പിന്നീട് ഒരിക്കലും അത്തരത്തിലൊരു മത്സരത്തിന് വേണ്ടി ഒരു മനുഷ്യനും മുതിരാതെ വണ്ണം തക്കതായിട്ടുള്ള ഒരു ദൃശ്യമായിട്ടുള്ള ശിക്ഷ അവർക്ക് നൽകുകയും ചെയ്തു. അതിനു മുമ്പും പിൻപും ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഭൂമി വായു പിളർന്ന് അവരെ വിഴുങ്ങിക്കളയുകയാണ് ഉണ്ടായത്. അവിടെ മോശ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് കണ്ടിട്ട് ഇതിനു മുമ്പ് നിങ്ങളെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഒരു അടയാളം നിങ്ങൾ കാണുമ്പോഴെങ്കിലും നിങ്ങളിത് പഠിക്കുകയില്ലയോ എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗോത്രം എന്നുള്ള നിലയിൽ അവരുടെ ശുശ്രൂഷകൾ എന്തൊക്കെയാണ്. പ്രാരംഭമായിട്ട് നമുക്ക് സംഖ്യാപുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സംഖ്യാപുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ യഹോവ അഹ്റോനോട് അരുളി ചെയ്തതെന്നാൽ,
നീയും നിന്റെ പുത്രന്മാരും നിന്റെ പിതൃഭവനവും വിശുദ്ധ മന്ദിരം സംബന്ധിച്ചുണ്ടാകുന്ന അകൃത്യം വഹിക്കണം. നീ നിന്റെ പുത്രന്മാരും നിങ്ങളുടെ പൗരോഹിത്യം സംബന്ധിച്ചുണ്ടാകുന്ന അകൃത്യവും വഹിക്കണം. നിന്റെ പിതൃഗോത്രമായ ലേവി ഗോത്രത്തിലുള്ള നിന്റെ സഹോദരന്മാരെയും നിന്നോടുകൂടെ അടുത്തു വരുമാറാക്കണം. അവർ നിന്നോട് ചേർന്ന് എനിക്ക് ശുശ്രൂഷ ചെയ്യണം. നീ നിന്റെ പുത്രന്മാരുമോ സാക്ഷ്യകൂടാരത്തിങ്കൽ ശുശ്രൂഷ ചെയ്യണം. അവർ നിനക്കും കൂടാരത്തിനൊക്കെയും ആവശ്യമുള്ള കാര്യം നോക്കണം. എന്നാൽ അവരും നിങ്ങളും കൂടെ മരിക്കാതിരിക്കേണ്ടതിന് അവർ വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളോടും യാഗപീഠത്തോടും അടുക്കരുത്. അവർ നിന്നോട് ചേർന്ന് സമാപന കൂടാരം സംബന്ധിച്ചിട്ടുള്ള സകല വേലയ്ക്കുമായി കൂടാരത്തിൻ്റെ കാര്യം നോക്കണം. ഒരന്യനും നിങ്ങളോട് അടുക്കരുത്. ഇസ്രായേൽ മക്കളുടെ മേൽ ഇനി ക്രോധം വരാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൻ്റെയും യാഗപീഠത്തിൻ്റെയും കാര്യം നിങ്ങൾ നോക്കണം. ലേവ്യരായ നിങ്ങളുടെ സഹോദരന്മാരെയോ ഞാൻ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് എടുത്തിരിക്കുന്നു. യഹോവയ്ക്ക് ദാനമായിരിക്കുന്ന അവരെ സമാഗമന കൂടാരം സംബന്ധിച്ചുള്ള വേല ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുന്നു. ആകയാൽ നീ നിന്റെ പുത്രന്മാരും യാഗപീഠത്തെങ്കിലും തിരശ്ശീലയ്ക്കകത്തുമുള്ള സകല കാര്യത്തിലും നിങ്ങളുടെ പൗരോഹിത്യം അനുഷ്ഠിച്ച് ശുശ്രൂഷ ചെയ്യണം. പൗരോഹിത്യം ഞാൻ നിങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുന്നു. അന്യനടുത്ത് വന്നാൽ മരണശിക്ഷ അനുഭവിക്കാം. വളരെ കർക്കശമായിട്ടുള്ള എന്നാൽ വളരെ ഗൗരവതരമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് യഹോവ അഹരോനോട് അരുളി ചെയ്തത്. ഇവിടെ നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് യഹോവ അഹരോനോട് അരുളി ചെയ്തതെന്നാൽ നീയും നിന്റെ പുത്രന്മാരും നിന്റെ പിതൃഭവനവും വിശുദ്ധ മന്ദിരം സംബന്ധിച്ചുണ്ടാകുന്ന അകൃത്യം വഹിക്കണം. എന്താ? വിശുദ്ധ മന്ദിരം സംബന്ധിച്ചുണ്ടാകുന്ന അകൃത്യം, അതിൻ്റെ പോരായ്മകൾ, അതിൻ്റെ ശിക്ഷാവിധി നിങ്ങൾ വഹിക്കണം. അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. നീ നിന്റെ പുത്രന്മാരും നിങ്ങളുടെ പൗരോഹിത്യം സംബന്ധിച്ചുണ്ടാകുന്ന അകൃത്യവും വഹിക്കണം. പൗരോഹിത്യത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകൾക്ക് നിങ്ങൾ അകൃത്യം വഹിക്കണം. എന്താ അതിൻ്റെ ആശയം? ഇത് പിള്ളേരുകളി അല്ല. നമ്മൾ പറയും അഹരോനെ നിനക്ക് കിട്ടിയ ശുശ്രൂഷ ഏറ്റവും ഗൗരവതരമായിട്ടുള്ളൊരു ശുശ്രൂഷയാണല്ലോ, ഏറ്റവും ഘനതരമായിട്ടുള്ള ശുശ്രൂഷയാണല്ലോ. എന്നാൽ ഘനതരമായിട്ടുള്ള ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിലുണ്ടാകുന്ന അകൃത്യങ്ങൾ ആരുടെ തലയിലായിരിക്കുന്നത്? ഇസ്രായേൽ ജനത്തിൻ്റെ തലയിലാണോ? മറ്റുള്ളവരുടെ തലയിലാണോ? ഇല്ല. അഹരോനെ നീ വഹിക്കണം. നീയും നിന്റെ പിതൃഭവനവും അത് വഹിക്കണം. അപ്പോൾ കോരഹിന് ഈ മത്സരത്തിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? കോരഹ് മത്സരിക്കുന്നത് കൂടുതൽ ഗൗരവതരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വവും അതിൻ്റെ വീഴ്ചയ്ക്ക് അതിന് തക്കതായിട്ടുള്ള ശിക്ഷാവിധിയും ലഭ്യമാകുന്ന ഒരു ശുശ്രൂഷയുടെ മുമ്പാകെയാണ് കോരഹ് മത്സരിക്കാനായിട്ട് പോയത്. ഒരുപക്ഷെ കോരഹിന് അത് അറിവില്ലായിരിക്കാം. നമുക്കറിയാം അഹരോൻ അത് അറിയാമോ? അഹരോൻ അത് മനസ്സിലാക്കിയോ? മനസ്സിലാക്കി. എങ്ങനെ മനസ്സിലാക്കി? സമാഗമന കൂടാരം നിവർത്തി, ആദ്യത്തെ ദിവസം യാഗങ്ങളൊക്കെ അർപ്പിച്ചു, ശുശ്രൂഷകളൊക്കെ നടക്കുകയാണ്. ധൂപം കാട്ടാൻ വേണ്ടി അഹരോൻ്റെ 2 മക്കൾ മുന്നോട്ട് വരികയാണ്, നാദാബും അബീഹുവും. അവർ വന്ന് അന്യാഗ്നിയുമായിട്ട് ദൈവാലയത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക്, സമാഗമന കൂടാരത്തിലേക്ക് കയറി ചെല്ലുകയാണ്. എന്താ സംഭവിച്ചത്? അവർ അവിടെ ദൈവത്തിൻ്റെ തീയാൽ അവർ ദഹിക്കപ്പെടുകയാണ്. ഗൗരവതരമായിട്ടുള്ള ശുശ്രൂഷയാണോ? ഘനതരമായിട്ടുള്ള ശുശ്രൂഷയാണോ? തീർച്ചയായിട്ടും. അഹരോൻ അതിൻ്റെ പെയിൻ വഹിക്കുകയാണ്, അതിൻ്റെ അകൃത്യം വഹിക്കുകയാണ്, അതിലുണ്ടാകുന്ന വീഴ്ചകളുടെ ഉത്തരവാദിത്വം അഹരോൻ വഹിക്കുകയാണ്. അഹരോൻ അത് നന്നായിട്ട് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ദൈവം തിരഞ്ഞെടുത്ത് ആക്കുന്നത് നല്ല കാര്യം, അത് ഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ്. ദൈവം ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കുന്നത് നല്ല കാര്യം. എന്നാൽ അതിൻ്റെ പിന്നിൽ എന്തുകൂടെ ഉണ്ട്? ദർ ഈസ് എ റെസ്പോൺസിബിലിറ്റി, ദർ ഈസ് ആൻ അക്കൗണ്ടബിലിറ്റി. അതിൻ്റെ അകൃത്യം വഹിക്കുവാനായിട്ട് അവർ സന്നദ്ധരാകേണ്ടതായിട്ട് വരും. ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്ന് പറയുന്നത്, അഹരോനോട് ഇത് പറയുമ്പോൾ നമ്മൾ വെറുതെ ഈ വാക്യങ്ങൾ വായിച്ചു വിടുക സ്വാഭാവികമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ശുശ്രൂഷയുടെ മുഖത്തേക്ക് അഹരോൻ വരുമ്പോൾ ഇവിടെ ഇതാ ലേവ്യരെ വിളിച്ച് വേർതിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? 4-ാം വാക്യം. ഓക്കെ, 2-ാം വാക്യം. നിന്റെ പിതൃഗോത്രമായ ലേവി ഗോത്രത്തിലുള്ള നിന്റെ സഹോദരന്മാരെയും നിന്നോടുകൂടെ അടുത്ത് വരുമാറാക്കണം. അവർ നിന്നോട് ചേർന്ന് നിനക്ക് ശുശ്രൂഷ ചെയ്യണം. നീയും നിന്റെ പുത്രന്മാരുമോ സാക്ഷ്യകൂടാരത്തിൽ ശുശ്രൂഷ.
നോക്കണേ, എന്തിനാണ് ലേവി ഗോത്രത്തെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചത്? അഹരോന്റെ ശുശ്രൂഷയ്ക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അഹരോന്റെ ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ വേണ്ടിയിട്ടല്ല. പിന്നെയോ ലേവ്യരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചത് അഹരോന്റെ ശുശ്രൂഷയോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുവാനാണ്. അഹരോനുള്ള നിയോഗങ്ങൾ വേറെയാണ്, അഹരോനുള്ള ഉത്തരവാദിത്തങ്ങൾ വേറെയാണ്. എന്നാൽ ലേവിക്കുള്ള ഉത്തരവാദിത്വം അവരോട് ചേർന്ന്. 2 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ നിന്നോട്, 4-ാമത്തെ വാക്യത്തിൽ വീണ്ടും വരുന്നുണ്ട്, അവർ നിന്നോട് ചേർന്ന്. നോക്കണേ, അഹരോനും പുരോഹിതന്മാരോടും ചേർന്ന് സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ട ഒരു കൂട്ടരാണ് ആര്? ഈ ലേവി ഗോത്രം എന്ന് പറയും. എന്നാൽ അവർക്ക് കർശനമായിട്ടൊരു നിയന്ത്രണം കൊടുത്തിട്ടുണ്ട്. എന്താ? 3-ാം വാക്യം, അവർ നിനക്കും കൂടാരത്തിനൊക്കെയും ആവശ്യമുള്ള കാര്യം നോക്കണം. എന്താ? നിനക്കും കൂടാരത്തിനും. എന്താ നിനക്കും എന്ന് പറഞ്ഞു? കൂടാരത്തിനുള്ള കാര്യം നോക്കിയാൽ പോരെ? അഹരോന്റെ പല കാര്യങ്ങളിലും സഹായികളായിട്ട് ആരുണ്ട്? ഈ ലേവ്യർ ഉണ്ട്. പൗരോഹിത്യത്തിന് സഹായകമായിട്ട് നമ്മളത് പിന്നീട് നമ്മളതിൽ ചിന്തിക്കുവാനായിട്ട് കടന്നു വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അഹരോന് സഹായിയായിട്ട് അഹരോന് ശുശ്രൂഷ ചെയ്യേണ്ടതിന് വിളിച്ചാക്കപ്പെട്ടവരാണ് ആര്? ലേവ്യർ. എന്ത് തോന്നുന്നു? അങ്ങനെയൊന്നും വേണ്ട, അത് ജനാധിപത്യപരമല്ല, അത് മോഡേൺ അല്ല, അത് അങ്ങനെയൊക്കെ പല ന്യായങ്ങൾ നമ്മൾ പറയും. നമ്മൾ വേദപുസ്തകത്തിൽ വിശുദ്ധന്മാരുടെ ശുശ്രൂഷ എന്നൊരു കാര്യമുണ്ടോ? വിശുദ്ധന്മാരുടെ ശുശ്രൂഷ എബ്രായലേഖനം 6-ാം അധ്യായത്തിൽ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും ശുശ്രൂഷിച്ചതിനാലും അവൻ്റെ നാമത്തോട് കാണിച്ച കാര്യങ്ങളെ മറന്നു കളയുവാൻ തക്കോണം ദൈവം അനീതിയുള്ളവൻ അല്ല. അല്ലേ? യേശു കർത്താവിനെ ശുശ്രൂഷിച്ച അനേകം പേരുണ്ടായിരുന്നു. പൗലോസിനെ ശുശ്രൂഷിച്ച ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ട്. അപ്പം ശുശ്രൂഷ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ആൻ ഇൻഡിപെൻഡൻറ്റ് മിനിസ്ട്രി, അത് കൂടെ ചേർന്ന് ചെയ്യേണ്ട ശുശ്രൂഷയാണ്. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും ശുശ്രൂഷകൾ പരസ്പരം അന്യോന്യം ശുശ്രൂഷിക്കുവാനായിട്ട് കടംപെട്ടിരിക്കുന്ന ശുശ്രൂഷയാണ്. അപ്പോൾ അവർ നിനക്കും കൂടാരത്തിനൊക്കെയും ആവശ്യമുള്ള കാര്യം നോക്കണം. പ്രിയ ദൈവജനമേ, നിനക്കും കൂടാരത്തിനുമൊക്കെയും ആവശ്യമുള്ള കാര്യം നോക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ലേവ്യരെ പോലെ ദൈവം നമ്മെ വേർതിരിച്ച് തൻ്റെ ജനത്തിനോടൊപ്പം അല്ലെങ്കിൽ തൻ്റെ ഭവനത്തിനൊക്കെയും ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മെ ഓരോരുത്തരെ, ശുശ്രൂഷ ഇല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. വിളിച്ച് വേർതിരിക്കപ്പെട്ട എല്ലാവരും ദൈവസന്നിധിയിൽ ഓരോ നിയോഗങ്ങൾ പ്രാപിച്ചവരാണ്. എല്ലാവർക്കും ശുശ്രൂഷകളുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ആവശ്യമുള്ള കാര്യം നോക്കണം. എന്താണ് ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത്? എവിടെയാണ് ആവശ്യം? എന്താണോ ആവശ്യം? എന്നെ കൊണ്ട് ദൈവം നിയോഗിച്ചിട്ടുള്ള കാര്യം എന്താണ്? അത് അവിടെ ചെയ്യുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്വമാണ്? ലേവ്യരുടെ ഉത്തരവാദിത്വം. ആവശ്യമുള്ള കാര്യം നോക്കണം, അനാവശ്യമുള്ള കാര്യം നോക്കരുത്. അല്ലേ? തൊട്ട് താഴെ പറയുന്നുണ്ട് എന്താ? എന്നാൽ അവരും നിങ്ങളും കൂടെ മരിക്കാതിരിക്കേണ്ടതിന് അവർ വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളോടും യാഗപീഠത്തോടും അടുക്കരുത്. ഇതിനകത്ത് എന്തോ ഒരു ലോജിക്ക് ഇല്ലാത്തൊരു കാര്യമുണ്ടല്ലേ? എന്താ? അഹരോനും പുത്രന്മാരും യാഗപീഠത്തോട് അടുത്ത് ചെന്ന് ശുശ്രൂഷകൾ ചെയ്യുവാൻ, യാഗാർപ്പണം ചെയ്യുവാനാണ് നിയോഗിക്കപ്പെടുന്നത്. അബദ്ധവശാലല്ല, മനഃപൂർവ്വം എന്നിരിക്കട്ടെ, ഏതെങ്കിലും ഒരു ലേവ്യൻ വന്ന് യാഗപീഠത്തിലെ ശുശ്രൂഷയ്ക്ക് കൈവച്ചാൽ ആരാ മരിക്കുന്നത്? മനസ്സിലായില്ല? ആരാ മരിക്കുന്നത്? അവരും നിങ്ങളും കൂടെ മരിക്കാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ ഈ ശുശ്രൂഷ ക്രമീകരണത്തിൽ പൗരോഹിത്യ ശുശ്രൂഷയിലെ അനുവദിച്ചിട്ടുള്ള മേഖലകളുടെ മേൽ ലേവ്യർ ആരെങ്കിലും കടന്നു വന്ന് കയറിയാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ലേവ്യനും മരിക്കും, പിന്നെ പുരോഹിതന്മാരും മരിക്കും. അപ്പം നോക്കണേ, ലേവ്യരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവം വിളിച്ചാക്കിയ കരുണയോടുകൂടെ ലഭിച്ച ശുശ്രൂഷ തന്നെയാണ്, സംശയമൊന്നുമില്ല. എന്നാൽ അതിന് ചില നിബന്ധനകളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്, പരിധികളുണ്ട്. അത് കടക്കുന്നത് ആർക്കൊക്കെ ദോഷം ചെയ്യും? ലേവ്യനും ദോഷം ചെയ്യും, പൗരോഹിത്യത്തിനും ദോഷം ചെയ്യും.
അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് സകലവും ഉചിതമായിട്ടും ക്രമമായിട്ടും നടക്കട്ടെ. ഉചിതമായിട്ടും ക്രമമായിട്ടും നടക്കട്ടെ. പ്രിയമുള്ളവരെ, ലേവ്യരെ വിളിച്ചാക്കുമ്പോൾ അവർക്ക് എന്തും ചെയ്യുവാനുള്ള ലൈസൻസ് ഇല്ല. അവർക്ക് ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അവർക്ക് ചെയ്യുവാനായിട്ട് സാധ്യതയുള്ളൂ. ഓക്കെ, ഇനി 4-ാം വാക്യം. അവർ നിന്നോട് ചേർന്ന് സമാഗമന കൂടാരം സംബന്ധിച്ചുള്ള സകല വേലയ്ക്കുമായി കൂടാരത്തിൻ്റെ കാര്യം നോക്കണം. ഒരന്യനും നിങ്ങളോട് അടുക്കരുത്. ഇസ്രായേൽ മക്കളുടെ മേൽ ഇനി ക്രോധം വരാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൻ്റെയും യാഗപീഠത്തിൻ്റെയും കാര്യം നിങ്ങൾ നോക്കണം. അഹരോനോട് പറയുകയാണ്. ഓക്കെ, അപ്പം ഇതാണ് ഇവരെ വിളിച്ചാക്കുമ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയും. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ വായിക്കുന്നത്, ലേവ്യരായ നിങ്ങളുടെ സഹോദരന്മാരെയോ ഞാൻ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് എടുത്തിരിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇസ്രായേൽ മക്കളിൽ നിന്ന് തന്നെയാണ് ആരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്? ലേവ്യരെ തിരഞ്ഞെടുത്ത് ശുശ്രൂഷയ്ക്കാക്കിയത് അല്ലേ? അപ്പോൾ ശുശ്രൂഷകൾ ചെയ്യേണ്ടത് ആര് തന്നെയാണ്? ആര് തന്നെയാ? ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് മറ്റെവിടെ നിന്നെങ്കിലും എന്ത് ചെയ്യേണ്ട കാര്യമല്ല, കൊണ്ടുവരേണ്ട കാര്യമല്ല. അത് ശുശ്രൂഷകളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഫോറിനേഴ്സിനെ അല്ല, അല്ലെങ്കിൽ അന്യനെ അല്ല, പുറത്തുള്ളവരെ അല്ല. പിന്നെയോ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ദൈവജനത്തിൻ്റെ മധ്യത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ദൈവജനത്തിൻ്റെ ഇടയിൽ നിന്ന് ചില നിയോഗങ്ങൾ നൽകി ദൈവം അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. 2-ാമത്തെ കാര്യം, ദേ വർക്ക് ടുഗദർ. അവർ നിന്നോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യണം. ഓക്കെ, നിന്നോട് ചേർന്ന് ശുശ്രൂഷ. സോ ഈ മിനിസ്ട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സഭയിലെ ശുശ്രൂഷ, അല്ലെങ്കിൽ ആത്മീക ശുശ്രൂഷ എന്ന് പറയുന്നത് ചേർന്ന് ചെയ്യേണ്ട ശുശ്രൂഷയാണ്. ഇറ്റ്സ് നോട്ട് an on-man മിനിസ്ട്രി. on-man മിനിസ്ട്രി അല്ല. ഒരാൾ തന്നെ എല്ലാം ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഒരാൾ അല്ലേ. ഇത് ചേർന്ന് ചെയ്യേണ്ട ശുശ്രൂഷയാണ്. ലേവ്യരുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കഹാത്യർക്ക് വേല ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വണ്ടികളൊന്നും കൊടുത്തില്ല. വണ്ടികളൊന്നും കൊടുത്തില്ല, മൃഗങ്ങളെ ഒന്നും കൊടുത്തില്ല. നമ്മൾ പിന്നീട് അതിലേക്ക് വരുന്നുണ്ട്. അവരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ചുമടെടുക്കുക എന്നുള്ളതാണ്. എന്താ ചുമടെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യാഗപീഠം അല്ലെങ്കിൽ ഈ സമാഗമന കൂടാരം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി അടിക്കുമ്പോൾ അതിലെ ഉപകരണങ്ങൾ ചുമന്നു കൊണ്ടുപോകുന്ന കാര്യം. എന്തൊക്കെയാണ് ചുമന്നു കൊണ്ടുപോകേണ്ടത്? അതൊക്കെ ചുമക്കേണ്ടത് ആരാണ്? കഹാത്യരാണ്. അവർ തോളോട് തോൾ ചേർന്ന് ആ ഉപകരണങ്ങളൊക്കെ അതിലെ കൊളുത്തുകളിൽ തണ്ട് ചെലുത്തിയിട്ട് അതിൻ്റെ 4 വശത്തു നിന്ന് ആൾക്കാർ ചുമന്നുകൊണ്ടാണ് പോകുന്നത് അല്ലേ. അങ്ങനെ ചുമന്നുകൊണ്ട് പോകേണ്ട ശുശ്രൂഷയാണ്. അപ്പോൾ ഇത് ചേർന്ന് ചെയ്യേണ്ട ശുശ്രൂഷയാണ്. ഈ ചുമടുകൾ ചുമക്കുമ്പോൾ നമുക്കറിയാം, ഒരുമിച്ച് ചുമക്കുമ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ തലയിലോ തോളിലോ ഒക്കെ ചുമടെടുക്കാം അല്ലേ. എന്നാൽ ഒരുമിച്ച് ചേർന്ന് ചുമടെടുക്കുമ്പോൾ അതിൽ ഒരാളുടെ വീഴ്ച എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? അതിൻ്റെ മൊത്തം വീഴ്ചയ്ക്ക് കാരണമായിട്ട് തീരും. അതുകൊണ്ട് തന്നെ ദേ വർക്ക് ടുഗദർ. 3-ാമത്തെ കാര്യം, യഹോവയ്ക്ക് ദാനമായിരിക്കുന്ന അവരെ, ദേ ആർ ഡെഡിക്കേറ്റഡ് ടു ഗോഡ്. യഹോവയ്ക്ക് ദാനമായിരിക്കുന്ന അവരെ, എന്താ? ലേവ്യർ യഹോവയ്ക്ക് ദാനമായിരിക്കുന്നു. ദേ ആർ ഡെഡിക്കേറ്റഡ് ടു ഗോഡ്. ദൈവത്തിന് വേണ്ടി സമർപ്പിതരുടെ ശുശ്രൂഷയാണിത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരു കുടുംബത്തെക്കുറിച്ച് നമ്മൾ കൂടെ കേൾക്കാറുണ്ട്. സ്തഫനാസിൻ്റെ കുടുംബം, അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു അല്ലേ. അവർ ദേ ആർ അഡിക്റ്റഡ് ടു ലോർഡ്സ് മിനിസ്ട്രി, അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർ തങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് സമർപ്പണത്തിൻ്റെ ശുശ്രൂഷയാണ്, സമർപ്പിതരുടെ ശുശ്രൂഷയാണ്. എന്താ സമർപ്പണം എന്ന് പറഞ്ഞാൽ? സമർപ്പണം എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ്, അതിനുവേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണ്. നമുക്കറിയാം, സമർപ്പണത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം യാഗപീഠത്തിൽ എന്ത് അർപ്പിക്കുകയാണ്? യാഗാർപ്പണം നടത്തുക അല്ലേ. അത് ദൈവത്തിന് വേണ്ടി സമർപ്പിതമാണ്, ഡെഡിക്കേറ്റഡ് ടു ഗോഡ്. ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു.
സമർപ്പിച്ചിരിക്കുന്നവരിൽ അത് മുഴുവനും ദൈവത്തിൻ്റെ വകയാണ്. അപ്പോൾ ഈ ലേവ്യരെ സംബന്ധിച്ച് അവർ യഹോവയ്ക്ക് ദാനമായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് യഹോവയ്ക്ക് ദാനം എന്ന് പറഞ്ഞതെന്നറിയാമോ? ആദ്യജാതന്മാർ നശിച്ചു പോകേണ്ട സ്ഥാനത്ത് അവർക്ക് പകരമായിട്ട് എടുത്തിരിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ടാണ് അവർ ദൈവത്തിൻ്റെ വകയായിട്ടിരിക്കുന്നത്, ദൈവത്തിൻ്റെ ദാനമായിരിക്കുന്നത്. അപ്പോൾ ഈ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരും അവർ ദൈവത്തിന് സമർപ്പിതരാണ് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഏതിന് ശേഷമേ വരുള്ളൂ? ഇതിന് ശേഷമേ വരുള്ളൂ. ഏതിനു ശേഷം? ഡെഡിക്കേറ്റഡ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മുഖ്യം. ബാക്കിയെല്ലാം അതിന് ശേഷമേ വരുള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ശുശ്രൂഷ ചെയ്യുക, അത് ഡെഡിക്കേറ്റഡ് സർവീസ് അല്ല. സമയവും സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം, ഡെഡിക്കേറ്റഡ് സർവീസ് അല്ല. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കിയിരിക്കുന്നവർ അവർ സദാ ജാഗരൂകരാണ്. നിങ്ങൾ പിന്നത്തേതിൽ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ലേവ്യരുടെ ശുശ്രൂഷകൾ ഉഴപ്പാൻ പാടുള്ള ശുശ്രൂഷകളല്ല. ഒരുപക്ഷെ മീനിയൽ ജോബ്സ് ആകാം, പാത്രം കഴുകുന്നതാകാം, വൃത്തിയാക്കുന്നതാകാം, സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നതാകാം, പുരോഹിതന്മാരെ അസിസ്റ്റ് ചെയ്യുന്നതാകാം, ഈ സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ടു പോകുന്നതാകാം. വലിയ അല്ലെങ്കിൽ വലിയ ഭാരമുള്ള വേലയൊന്നുമല്ല. ഭാരമുള്ള വേലയല്ലെങ്കിൽ പോലും അതിനകത്ത് എന്താവശ്യമാണ്? സമർപ്പണമായിരിക്കും ആവശ്യം. നമ്മളൊരു ആത്മീക ശുശ്രൂഷകളുടെ പിന്നിൽ സമർപ്പണം ആവശ്യമാണ്. അതൊരു പക്ഷേ നാം വിചാരിക്കും ലളിതമായിട്ടുള്ള ശുശ്രൂഷയായിരിക്കാം, പരിമിതമായിട്ടുള്ള ശുശ്രൂഷ ആയിക്കോട്ടെ, പക്ഷെ അത് ആത്മാർത്ഥതയോടെ ചെയ്യണം, അല്ലേ? ആത്മീക ശുശ്രൂഷകൾ ഉദാസീനതയോടെ ചെയ്യുന്നത് ഭൂഷണമല്ല. ഡെഡിക്കേഷൻ അതിൻ്റെ പിന്നിൽ ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് ത്യാഗങ്ങൾ ആവശ്യമാണ്. പല കാര്യങ്ങളും നമ്മൾ മാറ്റിവെച്ചിട്ട് ആത്മീയ ശുശ്രൂഷ ചെയ്യേണ്ടി വരും. അത് പ്രസംഗ ശുശ്രൂഷ എന്നല്ല ഞാനീ പറയുന്നത്, ബൈബിൾ ക്ലാസ് എടുക്കുന്ന ശുശ്രൂഷയല്ല ഞാനീ പറയുന്നത്. സഭാസംബന്ധമായിട്ട് ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ശുശ്രൂഷകൾ അതെന്തുമായിക്കൊള്ളട്ടെ, ദൈവം കൃപാവരം നൽകി സഭയിലാക്കി വെച്ചിട്ടുള്ള ഏത് ശുശ്രൂഷ ആയിക്കൊള്ളട്ടെ, അത് കൂട്ടു സഹോദരങ്ങളെ ചെന്ന് കാണുന്നതാകട്ടെ, പ്രോത്സാഹിപ്പിക്കുന്നതാകട്ടെ, ദാനം ചെയ്യുന്നതാകട്ടെ, ഭൗതിക കാര്യങ്ങളിലെ ശുശ്രൂഷയാകട്ടെ, അത് ബാക്കി എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം, അത് ലേവ്യർക്ക് പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ അവർ ഫുൾ ടൈം മിനിസ്ട്രിയിലാണ്. പിന്നത്തേതിൽ ദാവീദിൻ്റെ കാലഘട്ടത്തിൽ കൂറുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, 24 കൂറുകൾ, പ്ലാൻസ്, അല്ലേ? അങ്ങനെ കൂറുകളുടെ ക്രമപ്രകാരം ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കി വയ്ക്കുമ്പോൾ ഓരോ ടീമായിട്ട് 7 ദിവസമോ അല്ലെങ്കിൽ 15 ദിവസമോ ഒക്കെ അവരെന്ത് ചെയ്യും? അവരുടെ ടേണിൽ ശുശ്രൂഷ ചെയ്യും, അവരുടെ അത് കഴിഞ്ഞിട്ട് അവർക്ക് വീട്ടിൽ പോവാം. ഈ ശുശ്രൂഷ ചെയ്യുന്ന സമയം അവർ ഡെഡിക്കേറ്റഡ് ആണ്, അവിടെ ഉദാസീനത പാടില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വിശുദ്ധ മന്ദിരങ്ങളിലെ ഉപകരണങ്ങളോടും യാതൊരിടത്തോടും അടുക്കരുത്. ഇറ്റ്സ് എ മിനിസ്ട്രി വിത്ത് കെയർ. ഇത് സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ തൊട്ട് കളിക്കുന്നത് തീക്കളിയാണ് എന്ന് പറഞ്ഞാൽ ഇവർ വിശുദ്ധ മന്ദിരത്തിൻ്റെ കാര്യമാണ് നോക്കുന്നത്. അതുകൊണ്ട് കാഷ്വലായിട്ട് ഈ ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല. കാരണം ലംഘനങ്ങൾക്ക് അതിന് തക്കതായിട്ടുള്ള എന്തുണ്ട്? പെനൽറ്റി ഉണ്ട്, ശിക്ഷയുണ്ട്. അതൊരുപക്ഷെ മരണം തന്നെ ആകാം. അങ്ങനെയാണെങ്കിൽ അബദ്ധവശാൽ പോലും എന്ത് സംഭവിക്കരുത്? അതിക്രമം സംഭവിക്കരുത്. നമുക്കറിയാം, ദാവീദ് പെട്ടകത്തെ കൊണ്ടുവരുന്ന വേളയിൽ അത് വണ്ടിയിൽ കയറ്റി കൊണ്ടുവരാൻ പാടുണ്ടോ? ഇല്ല, അത് ചുമന്നുകൊണ്ടേ വരാം. പക്ഷെ എന്നാൽ ദൂരം കൂടുതലും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ സൗകര്യം കണക്കിലാക്കി, അല്ലെങ്കിൽ മോഡേണിസത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. അത് എന്ത് ചെയ്തു? വണ്ടിയിൽ കയറ്റി. എന്താ സംഭവിച്ചത്? കാള വിരണ്ടു, പെട്ടകം വീഴുവാൻ തക്കവണ്ണം ചരിഞ്ഞു. എന്ത് ചെയ്തുകൊണ്ട് അതിനെ താങ്ങി പിടിച്ചു. അവിടെ മരിക്കുകയാണ്. നമ്മൾ ഒരു പക്ഷേ ദൈവത്തോട് പറയും, ദൈവമേ, അത് വീഴാതിരിക്കാൻ വേണ്ടിയല്ലേ ചെയ്ത്? വീണു പോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ടല്ലയോ ഞാൻ താങ്ങിയത്. നമുക്ക് ന്യായങ്ങൾ പറയുവാനുണ്ട്. അത് വീഴുമായിരുന്നു,
അതുകൊണ്ടാണ് ഒരു റിഫ്ലക്സിൽ ഞാൻ എന്ത് ചെയ്തതാണ്, അതിനെ താങ്ങിയതാണ്, അത് തടഞ്ഞതാണ്, എൻ്റെ കൈ അറിയാതെ അതിനെ തൊട്ടതാണ്. പറയില്ലേ? പറയും. ന്യായീകരിക്കാമോ? ന്യായീകരിക്കാം. പിന്നെ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നിയമം എന്ന് പറയുന്നത് വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളോടും യാഗപീഠത്തോടും നിങ്ങൾ അടുക്കരുത്. ലേവ്യരുടെ ശുശ്രൂഷ സൂക്ഷിച്ച് ചെയ്യേണ്ട ശുശ്രൂഷയാണ്. അത് അപകടം നിറഞ്ഞ ശുശ്രൂഷയാണ്. അവിശ്വസ്തതകൾക്ക് എന്തുണ്ടാകുന്ന ശുശ്രൂഷയാണ്? ശിക്ഷാവിധിയുള്ളതാണ്. അത് അബദ്ധവശാൽ പോലും സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് എന്തുണ്ട്? ശിക്ഷയുണ്ട്. അതുകൊണ്ട് വിശുദ്ധ മന്ദിരത്തിന് അടുത്ത് വരുന്ന ശുശ്രൂഷ വളരെ നല്ല ശുശ്രൂഷയാണ്, ഭാഗ്യകരമായിട്ടുള്ള ശുശ്രൂഷയാണ്. അതൊരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ശുശ്രൂഷയാണ്. ദൈവം തിരഞ്ഞെടുത്തതാക്കി എന്നുള്ളതൊരു പദവിയാണ്. പക്ഷേ എന്താ പ്രശ്നം? അത് സൂക്ഷ്മതയോടുകൂടെ ചെയ്യേണ്ട ശുശ്രൂഷ. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ വായിക്കുന്നത്, അവർ സമാഗമന കൂടാരം സംബന്ധിച്ചുള്ള സകല വേലയ്ക്കുമായി കൂടാരത്തിൻ്റെ കാര്യം നോക്കണം. ഇറ്റ് ഈസ് എ ഡൈവേഴ്സ് മിനിസ്ട്രി. വൈവിധ്യമുള്ള ശുശ്രൂഷയാണ്. വൈവിധ്യമുള്ള ശുശ്രൂഷയാണ്. വിവിധ ശുശ്രൂഷകളുണ്ട്, അല്ലേ? കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എല്ലാവരും പ്രവാചകന്മാരാണോ? എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നുണ്ടോ? എല്ലാവർക്കും ഒരു ശുശ്രൂഷയുണ്ടോ? ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് ശരീരത്തിലെ അവയവങ്ങളാണ്. ശരീരത്തിലെ അവയവങ്ങൾക്ക് ഓരോ അവയവത്തിനും അതിൻ്റേതായിട്ടുള്ള ശുശ്രൂഷയുണ്ട്. എന്നാൽ അതിനെല്ലാം കൂടെ ഉള്ളൊരു കോമൺ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മീക വർധനയ്ക്കുള്ള ശുശ്രൂഷയാണ്. ഉപദേഷ്ടാക്കന്മാരുണ്ടായിരിക്കാം, പ്രവാചകന്മാരുണ്ടായിരിക്കാം, ഇടയന്മാരുണ്ടായിരിക്കാം, അപ്പോസ്തലന്മാരുണ്ടായിരിക്കാം, സുവിശേഷകന്മാരുണ്ടായിരിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. എന്നാൽ ഇവരെല്ലാം കൂടെ ചെയ്യുന്ന ശുശ്രൂഷ എന്ത് ശുശ്രൂഷയാണ്? ദൈവസഭയുടെ ആത്മീക വർധനയ്ക്കുള്ള ശുശ്രൂഷ. ദൈവസഭയിലെ ഓരോ വ്യക്തികളുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടി എന്ത് ശുശ്രൂഷയാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ പരിഗണിക്കുക. അതെല്ലാം ശുശ്രൂഷകളാണ്. ആ ശുശ്രൂഷകൾക്കെല്ലാം ഒരേ പ്രയോറിറ്റി തന്നെയാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അത് നിർവഹിക്കുവാൻ വേണ്ടി ദൈവം ഓരോ കൃപാവരങ്ങൾ കൊടുത്ത് ഓരോരുത്തരെ ആക്കി വെച്ചിട്ടുമുണ്ട്. ആ കൃപാവരങ്ങൾ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുക. ഇറ്റ് ഈസ് ഫോർ ഡൈവേഴ്സ് മിനിസ്ട്രി. ലേവ്യരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് കൂടാരം സംബന്ധിച്ചുള്ള സകല വേലയ്ക്കുമായി കൂടാരത്തിൻ്റെ കാര്യം നോക്കുവാൻ. പ്രിയ ദൈവജനമേ, നാം ദൈവസഭയിൽ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നു. അവിടെ വെറും കൺസ്യൂമേഴ്സായിട്ട് നാം മാറരുത്. അവിടെ നമുക്ക് ഓരോ ശുശ്രൂഷകളുണ്ട്. അത് ഏതെന്ന് കണ്ടുപിടിക്കുക. ഒരു ശുശ്രൂഷയില്ലാത്ത ഒരു വ്യക്തി എനിക്കൊരു ശുശ്രൂഷയില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് വ്യത്യസ്ത തരം റോളുകൾ തന്നിട്ടുണ്ട് കൂട്ടായ പ്രവർത്തനത്തിന് വേണ്ടി. അത് ഏതുമായിക്കൊള്ളട്ടെ, അത് ഓരോരുത്തരും കൃത്യമായിട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സഭയുടെ പൊതുവിലുള്ള ആത്മീക നന്മ സാധിക്കും. ദൈവനാമം അതിലൂടെ മഹത്വപ്പെടുകയും ചെയ്യും. ഓക്കെ, ആവർത്തന പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. 6 മുതൽ 8 വരെയുള്ള വാക്യം. ഏത് ഇസ്രായേലിയ പട്ടണത്തിലെങ്കിലും പരദേശിയായി പാർത്തിരുന്ന ഒരു ലേവ്യൻ അവിടെ നിന്ന് യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് വന്നാൽ അവന് മനസ്സുപോലെ വരാം. അവിടെ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്ന ലേവ്യരായ തൻ്റെ സകല സഹോദരന്മാരെയും പോലെ അവനും തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാം. അവൻ്റെ പിതൃസ്വത്ത് വിറ്റ് കിട്ടിയ മുതലിന് പുറമെ അവരുടെ ഉപജീവനം സമാംശമായിരിക്കാം. എന്താ വായിച്ചിട്ട് എന്താ മനസ്സിലായേ? ഒരു ലേവ്യൻ ഏതോ പട്ടണത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിൻ്റെ സമീപത്തേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് വരികയാണ്. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ഒരു വ്യക്തി ലേവ്യ ഗോത്ര അല്ല ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏതെങ്കിലും ഭാഗത്തിൽ നിന്നും ഒരു ലേവ്യൻ തൻ്റെ വസ്തുവൊക്കെ പിതൃസ്വത്തൊക്കെ മാറ്റിയിട്ട് അത് കൈമാറ്റം ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണ്? അവൻ കടന്നു വരികയാണ്. ഇവിടെ വന്ന്
ദൈവാലയത്തിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിലേക്ക് വരികയാണ്. ഇവിടെ എന്താ പറയുന്നത്? അങ്ങനെ വരുന്ന വ്യക്തി, പരദേശിയായി പാർത്തിരുന്ന ഒരു ലേവ്യൻ അവിടെ നിന്ന് യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് വന്നാൽ അവന് മനസ്സുപോലെ വരാം. എന്താ ഈ മനസ്സുപോലെ വരാം? അവന് മനസ്സോടെ വരാം. ഇറ്റ്സ് എ വോളണ്ടറി മിനിസ്ട്രി. എന്താ വോളണ്ടറി മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ? ഇത് അടിച്ചേൽപ്പിക്കുന്ന ശുശ്രൂഷയല്ല, ഇത് സ്വമേധയായി ഏറ്റെടുക്കുന്ന ശുശ്രൂഷയാണ്. ഇറ്റ്സ് എ വോളണ്ടറി മിനിസ്ട്രി. മനസ്സ് പോലെ ചെയ്യാം, മനസ്സൊരുക്കം പോലെ ചെയ്യണം. ഏതെങ്കിലും ശുശ്രൂഷ ചെയ്യണമെന്ന് ആരെയും എന്ത് ചെയ്യില്ല, നിർബന്ധിക്കുകയില്ല, അല്ലേ? നിർബന്ധത്തോടെ ചെയ്യേണ്ട ശുശ്രൂഷയല്ല, വോളണ്ടറി ആയിട്ട് മുഴുവൻ ഹൃദയത്തോടെ സ്വമേധയാ ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ്. ഓക്കെ, എനിക്ക് മനസ്സുണ്ട്, എനിക്ക് വോളണ്ടറി ആയിട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ എനിക്കിഷ്ടമുള്ളത് ചെയ്യാനും പറ്റില്ല. അങ്ങനെ വോളണ്ടറി ആയിട്ട് വരുന്ന ലേവ്യൻ ഈ ദൈവാലയത്തിലേക്ക് വന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അവിടെ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്ന ലേവ്യരായ തൻ്റെ സകല സഹോദരന്മാരെയും പോലെ അവനും തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ശുശ്രൂഷയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ഇവിടെയുള്ള ആരെയും പരിഗണിക്കുന്നില്ല. പിന്നെ ഞാൻ വന്നിരിക്കുകയാണ്, എനിക്ക് വോളണ്ടറി ആയിട്ട്, എനിക്ക് സ്വമേധയാ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് ഞാനിതാ എൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു. അവിടെ ആരുണ്ട്? സകല സഹോദരന്മാരെയും പോലെ അവരോട് ചേർന്ന് വേണം ഈ വോളണ്ടറി ആയിട്ടുള്ള ആൾ വന്ന് ശുശ്രൂഷ ചെയ്യും. വോളണ്ടറി എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് വിരോധമായിട്ട്, ബാക്കിയുള്ളവർ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് വിപരീതമായിട്ടുള്ള ശുശ്രൂഷകൾക്ക് ഇവിടെ സാധ്യതയില്ല. ഓക്കെ, ഞാൻ പറഞ്ഞതിൻ്റെ സാരം, അവൻ വോളണ്ടറി ആയിട്ട് ചെയ്യണം. വോളണ്ടറി ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ സഹോദരന്മാരോട് ചേർന്ന് വേണം ആ ശുശ്രൂഷ ചെയ്യാൻ. മൂന്നാമത്തെ കാര്യം, അവനും തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യും. ഈ ശുശ്രൂഷയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. സ്വന്തം നാമത്തിൽ ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവരുടെ നാമത്തിലും ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല. കെയർ ഓഫ് മോസസ് അല്ലെങ്കിൽ കെയർ ഓഫ് ആരോൺ ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല. പിന്നെയോ ഇവിടുത്തെ ശുശ്രൂഷ, ലേവ്യർ ശുശ്രൂഷ ചെയ്യുമ്പോൾ യഹോവയുടെ നാമത്തിലല്ലാതെ മറ്റൊരു നാമത്തിൽ ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല. ഓൺ ബിഹാഫ് ഓഫ് സോ ആൻഡ് സോ. അങ്ങനെയുള്ളൊരു ശുശ്രൂഷയല്ല ലേവ്യരുടെ ശുശ്രൂഷ. അത് പരദേശിയാകട്ടെ സ്വദേശിയാകട്ടെ മനസ്സോടെ വരുന്നവരാകട്ടെ, അവർ ചെയ്യുമ്പോൾ എന്താ, കർത്താവിനെന്ന വണ്ണം ശുശ്രൂഷ, അല്ലേ? ഇവിടെ ടാസ്ക് മാസ്റ്റേഴ്സ് ഒന്നുമില്ല. ഇവിടെ സ്വമേധയാ വന്നാലും യഹോവയുടെ നാമത്തിലുള്ള ശുശ്രൂഷ. സാധാരണ ഈ എൽഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, വി ആർ അണ്ടർ ഷെപ്പേർഡ്സ് എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവമല്ലാതെ മറ്റാരും എന്തില്ല, ഒരു സഭയുടെ അധികാരം, ഉടമസ്ഥാവകാശം അവകാശപ്പെടുവാൻ സാധ്യമല്ല, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇടയ ശുശ്രൂഷ ചെയ്യുമ്പോൾ പോലും അതെന്താ, അണ്ടർ ഷെപ്പേർഡ്സ് ആണ്. ഇടയ ശ്രേഷ്ഠൻ്റെ കീഴിലെ ശുശ്രൂഷ മാത്രമേ ഉള്ളൂ. കർത്താവിനെന്ന വണ്ണം ശുശ്രൂഷ ചെയ്യാൻ മാത്രമേ എവിടെയുള്ളൂ, ഇവിടെ ശുശ്രൂഷയുള്ളൂ. യഹോവയുടെ നാമത്തിലല്ലാതെ മറ്റൊരു നാമത്തിലും സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല, ലേവ്യർക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മൂന്നാമത്തെ കാര്യമാണ് യഹോവയുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാം. ഓക്കെ, അവൻ്റെ പിതൃസ്വത്ത് വിറ്റ് കിട്ടിയ മുതലിന് പുറവെ അവരുടെ ഉപജീവനം സമാംശമായിരിക്കണം. എന്താ ഈ സമാംശം? അവൻ പിതൃസ്വത്ത് വിറ്റിട്ട് വന്നതാണ്, അവൻ്റെ ബാങ്കിൽ ഒത്തിരി ബാലൻസ് ഉണ്ട്, അതുകൊണ്ട് അവൻ ഇച്ചിരി കുറച്ച് കൊടുത്താൽ മതി. പറയാൻ പറ്റുമോ? മന്നയുടെ കാര്യം പറഞ്ഞതുപോലെ ഏറെ പറക്കിയവന് ഏറെയും കുറച്ച് പറക്കിയവന് കുറച്ചും കണ്ടില്ല, അല്ലേ? പരിഗണനകളാകട്ടെ ഇതൊക്കെ സമാംശമായിരിക്കണം. അവിടെ ബയാസ്നെസ് പാടില്ല, അവിടെ എന്തില്ല,
ഫേവറിറ്റിസം പാടില്ല, മുഖപക്ഷം പാടില്ല. അവർക്ക്, അതായത് അവന് പിതൃസ്വത്ത് വിറ്റ് കിട്ടിയ മുതൽ കയ്യിലുണ്ട്, എങ്കിലും ഉപജീവനം സമാംശമായിരിക്കണം. എന്ന് പറഞ്ഞാൽ മറ്റു സഹോദരന്മാർക്ക് കിട്ടുന്ന അതേപോലെ. ഇപ്പം ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പല കൂറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ 15 ദിവസം ശുശ്രൂഷ ചെയ്യുന്ന ഒരു കൂർ ഉണ്ടെന്നിരിക്കട്ടെ, അവിടെ ഒരു 1000 പേര് ശുശ്രൂഷ ചെയ്യുന്നിരിക്കട്ടെ. 1000 പേരൊക്കെ ഉണ്ടോ? ശുശ്രൂഷ ചെയ്യാൻ 1000 പേരൊക്കെ ഉണ്ടോ? ഉണ്ടെന്നേ, ഇഷ്ടം പോലെ ഉണ്ട്. ദാവീദിൻ്റെ കാലഘട്ടത്തിൽ ഈ ചുമടൊന്നും ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ശലോമോൻ്റെ കാലഘട്ടത്തിൽ ദൈവാലയം പണിതതിന് ശേഷം അവർക്ക് എന്തില്ല, ചുമന്നുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ആയിരക്കണക്കിന് ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, ഓരോ കൂറുകളിലും എന്ത് ചെയ്യുന്നത്, അണിചേർന്ന് അവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. അവരിങ്ങനെ കൈയും കെട്ടി നിൽക്കുകയാണോ? മെനക്കെടുകയാണോ? ഇല്ല. അവർക്കെല്ലാവർക്കും പിടിപ്പത് ശുശ്രൂഷ അവിടെ ഉണ്ട്. ആരും ഉദാസീനമായിട്ട് നിൽക്കുന്നില്ല, ആരും മടി പിടിച്ചിരിക്കുന്നുമില്ല, ആരും ശുശ്രൂഷയ്ക്കിടയിൽ ശ്രദ്ധ മാറുന്നുമില്ല. വളരെ സൂക്ഷ്മതയോടുകൂടെ അവരെല്ലാം ശുശ്രൂഷ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കൂറിൽ വരുന്ന എല്ലാവർക്കും തുല്യമായിട്ടായിരിക്കും എന്തുള്ള അവരുടെ ഉപജീവനം. ഇവർക്ക് ഉപജീവനം ഉണ്ടോ? ഉണ്ട്. പിന്നത്തേലും നമ്മളത് പഠിക്കുന്നുണ്ട്. ലേവ്യർക്കെല്ലാം ഉപജീവനമുണ്ട്. പുരോഹിതന്മാർക്കുണ്ടോ? ഉണ്ട്. അവർക്ക് ഈ ഇസ്രായേൽ ജനം കൊണ്ടുവരുന്ന ദശാംശം ആർക്കുള്ളതാണ്? ലേവ്യർക്കുള്ളതാണ് ദശാംശം. ലേവ്യരെ നിങ്ങൾ ഓർക്കണം എന്നൊരു വാക്യമാണ്. നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവങ്ങൾ ലഭിക്കുമ്പോൾ, നിങ്ങൾ നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ, തൊട്ട് താഴെ പറഞ്ഞിട്ടുണ്ട്, ആരെ ഓർക്കണം? ലേവ്യരെ നീ ഓർത്തുകൊള്ളണം എന്ന് പറഞ്ഞാൽ, ലേവ്യർക്ക് അവിടെ സാമാന്യം നല്ല നിലയിൽ ജീവിക്കുവാനുള്ള എല്ലാ ഉപാധികളും എവിടെയുണ്ട്? ദൈവാലയത്തിലും സമാഗമന കൂടാരത്തിലുമുണ്ട്. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും തങ്ങളുടെ ഓഫറിങ്സ് എവിടെ കൊണ്ടുവരികയാണ്? ദൈവാലയത്തിൽ കൊണ്ടുവരുന്നത്. അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യമാകട്ടെ, അവരുടെ ആവശ്യങ്ങളുടെ മുഖത്താകട്ടെ, അവരുടെ ഉപജീവന കാര്യങ്ങളാകട്ടെ, അവരുടെ കുടുംബത്തിൻ്റെ സന്ധാരണമാകട്ടെ, അതെല്ലാം പൂർണ്ണമായിട്ട് നിർവഹിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ദൈവം കൽപ്പിച്ച പ്രകാരം ഇസ്രായേൽ ജനം അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കണം. ഓക്കെ. ഇനി കുറേ കാലമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യം സംഭവിച്ചു. ദൈവാലയത്തിലേക്ക് വരേണ്ടുന്ന വരവ് നിലച്ചു. നമ്മൾ നെഹെമ്യാവിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ലേവ്യരെയൊക്കെ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നു. എവിടെന്നാണ് കൊണ്ടുവന്നതെന്ന് അറിയാമോ? അവർ ആലയത്തിലെ ശുശ്രൂഷകളൊക്കെ വിട്ടിട്ട് എവിടെ പോയി? മറ്റു വേലകൾ ചെയ്യുവാൻ വേണ്ടി കടന്നുപോയി. അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വരിക, ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കിയ. എന്തുകൊണ്ടാണെന്നറിയാമോ? ആലയത്തിൽ വരേണ്ടുന്നത് വരാത്തതുകൊണ്ട്. എന്തുകൊണ്ടാണ് ലേവ്യർ മറ്റു ജോലികളിലേക്ക് പോകേണ്ടി വരുന്നത്? അവരുടെ ഉപജീവനത്തിന് വേണ്ടി. അതിന് കാരണമെന്ന് പറയുന്നത് എന്താ? ആലയത്തിലേക്ക് വരേണ്ടുന്നത് വരുന്നില്ല. ലേവ്യർക്ക് ഉപജീവനത്തിന് മാർഗമില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേൽ ദേശത്ത് എവിടെയെങ്കിലും ഒരു ലേവ്യൻ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താ? അവർക്ക് വേണ്ടിയിട്ടുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ കരുതൽ, അല്ലെങ്കിൽ ദൈവം ന്യായമായിട്ട് അവർക്ക് നൽകിയിട്ടുള്ള ഓഹരി എന്നുള്ളത് ആരോ ഒക്കെ പിടിച്ചു വെച്ചു. എന്താ? ആരോ പിടിച്ചു വെച്ചു. പിടിച്ചു വച്ചില്ല എങ്കിൽ നിശ്ചയമായിട്ട് എന്ത് സംഭവിക്കും? ഒരു ലേവ്യനും എന്ത് ചെയ്യില്ല? പട്ടിണി കിടക്കത്തില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ദൈവാലയ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളിൽ ദൈവം ഓരോരുത്തരെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ഇഫ് there is any scarcity in church fund, it is because of നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നമാണ്, അല്ലേ? നമ്മൾ പിടിച്ചു വയ്ക്കുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? യഹോവയുടെ ആലയത്തിൽ എന്തുണ്ടാകുന്നില്ല? ആഹാരമുണ്ടാകുന്നില്ല, അല്ലേ? ഇത് വളരെ ഗൗരവകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആലയത്തിലെ കാര്യങ്ങൾക്ക്, സഭാകാര്യങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ മുടക്കം വരുന്നെങ്കിൽ, ഫണ്ട് സംബന്ധമായോ അല്ലാതെയോ ഒരു കുറവ് സംഭവിക്കുന്നെങ്കിൽ
അതിൻ്റെ കാരണം സഭയിലെ മൂപ്പന്മാരല്ല, ശുശ്രൂഷകന്മാരുമല്ല. പിന്നെയോ ഈ സഭയിലേക്ക് അല്ലെങ്കിൽ ആ കൂട്ടത്തിലേക്ക് ദൈവം ന്യായമായിട്ട് ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല? കൊണ്ടുവരുന്നില്ല. അല്ലേ? എന്തുകൊണ്ടാണ് മലാക്കി പ്രവാചകൻ ശകാരിക്കുന്നത്? നിങ്ങൾ ദശാംശത്തിൽ എന്ത് ചെയ്യുകയാണ്? പിടിച്ചു വയ്ക്കുകയാണ്. അല്ലേ? മലാക്കി പ്രയോഗിക്കുന്ന പ്രയോഗം, യു ആർ റോബിങ് ഗോഡ്. നിങ്ങൾ ദൈവത്തെ കൊള്ളയിടുകയാണ്. കൊള്ളയിട്ടോ, ഞാൻ എൻ്റെത് കൊടുക്കാതിരുന്നല്ലേ ഉള്ളൂ. അല്ല, ന്യായമായിട്ട് ദൈവാലയത്തിൽ ഉപജീവനത്തിന് വേണ്ടി ആവശ്യമുള്ള ലേവ്യ ഗോത്രത്തിന് ഏതെങ്കിലും ഓഹരി കൊടുത്തിട്ടുണ്ടോ? ബാക്കിയുള്ളവർക്ക് കൃഷിയിടങ്ങൾ കൊടുത്തപ്പോൾ, സ്വന്തമായിട്ട് അവകാശങ്ങൾ കൊടുത്തപ്പോൾ, അതിനിടയിൽ പാർക്കാൻ വേണ്ടിയിട്ടുള്ള പട്ടണങ്ങൾ വേർതിരിച്ച് നൽകിയിട്ട് ദൈവം പറയുകയാണ് ഞാൻ തന്നെയാണ് അവരുടെ അവകാശം എന്നും പറഞ്ഞിട്ട് അവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കിയിട്ട് ഈ ആലയത്തിലെ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി അവരെ നിയോഗിച്ചിട്ട് അവർ ഡെഡിക്കേറ്റഡ് ആ ശുശ്രൂഷയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ ജനം അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാതിരിക്കുന്നു. ലേവ്യർക്ക് തങ്ങളുടെ ജീവിതം ഭാരമുള്ളതായിട്ട് തീരുന്നു. ലേവ്യർ മറ്റു ഉപജീവന മാർഗങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു. ആരാണ് ഉത്തരവാദി? ഇസ്രായേൽ ജനമാണ് ഉത്തരവാദി. അപ്പം അതിൻ്റെ അർത്ഥം ഇവിടെ അവരുടെ ഉപജീവനം സമാംശമായിരിക്കണം. പ്രിയമുള്ളവരെ, ലേവ്യർ നമുക്ക് നൽകുന്ന പാഠങ്ങൾ വളരെ വലുതാണ്. ഇത് പഴയ നിയമത്തിലെ കാര്യമാണല്ലോ. ലേവ്യ പുരോഹിതത്വം ആകവെ നീക്കി സർവ്യ സേവ്യ മാനനാം അവൻ ആചാര്യരാക്കി. നമ്മളെല്ലാം പുരോഹിതന്മാരാണ്, ലേവ്യ പുരോഹിതത്വമൊക്കെ പോയി. അതുകൊണ്ട് ലേവ്യ ഗോത്രത്തെക്കുറിച്ചോ അവരുടെ ശുശ്രൂഷകളെക്കുറിച്ചോ നമ്മൾ ചിന്തിക്കേണ്ടതേയില്ല. ശരിയാണ്, അവർ താൽക്കാലികമായതിൽ ശുശ്രൂഷ ചെയ്തു, അവർ നിഴലായിട്ടുള്ളതിൽ ശുശ്രൂഷ ചെയ്തു. എന്നാൽ നിഴലുകളിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കുവാൻ നമുക്ക് ദൃഷ്ടാന്തമായിട്ടും നമുക്ക് ബുദ്ധി ഉപദേശത്തിനുമായിട്ടും ഈ പാഠങ്ങൾ നമ്മുടെ മുമ്പാകെ വരികയാണ്. അതുകൊണ്ട് ലേവ്യ ഗോത്രത്തെയും അവരുടെ ശുശ്രൂഷകളെയും കുറിച്ച് പഠിക്കുമ്പോൾ നാം നമ്മുടെ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ഒരു കൂട്ടം എന്നുള്ള നിലയിൽ, ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചാക്കിയ ഒരു സമൂഹം എന്നുള്ള നിലയിൽ അതിനോട് ചേർന്ന് അതിനെ ചിന്തിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. വീണ്ടും ദി സ്ഫിയർ ഓഫ് മിനിസ്ട്രി, അവിടെ ശുശ്രൂഷയുടെ മേഖല എവിടെയാണ്? ദൈവസഭയുടെ ശുശ്രൂഷയുടെ മേഖല ഏതാണ്? നമുക്ക് പൊളിറ്റിക്കൽ സപ്പോർട്ടിന് പോകണമോ? സമരം ചെയ്യാൻ പോകണോ? നമ്മുടെ ശുശ്രൂഷയുടെ മേഖല എന്താണ്? ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട് 8-ാം വാക്യത്തിൽ, യഹോവയ്ക്ക് ദാനമായിരിക്കുന്ന അവരെ സമാഗമന കൂടാരം സംബന്ധിച്ചുള്ള വേല ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുന്നു. സംഖ്യാപുസ്തകം 3-4 അധ്യായങ്ങളിൽ ഇവരുടെ ശുശ്രൂഷകളെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദേ ആർ സപ്പോസ് ടു ക്യാരി ദി ഹോളി ഫർണിച്ചർ, ടു ക്യാരി ദി വെസൽസ്, ഫർണിച്ചർ, കർട്ടൻസ്, കവറിൻസ്, പില്ലേഴ്സ് എക്സെട്ര. സമാഗമന കൂടാരത്തിൻ്റെ ഉപകരണങ്ങൾ അവർ ചുമക്കുന്നുണ്ട്, പാത്രങ്ങൾ ചുമക്കുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ തിരശീലകൾ, മറശീലകൾ, അതിൻ്റെ മൂടുശീലകൾ, അതിൻ്റെ തൂണുകൾ അവർ ചുമക്കുന്നുണ്ട്. ദൈവാലയം സംബന്ധിച്ച ശുശ്രൂഷ, സമാഗമന കൂടാരം സംബന്ധിച്ചിട്ടുള്ള വേല, നാം എന്ത് മിനിസ്ട്രിയാണ് ചെയ്തത്? സമാഗമന കൂടാരം സംബന്ധിച്ച മിനിസ്ട്രി. ഒരു ലേവ്യന് മറ്റൊരു മേഖല ഇല്ല വിചാരിക്കുന്നുണ്ടോ? സമാഗമന കൂടാരത്തിൻ്റെ സൈഡിൽ കിഴക്ക് വശത്ത് അമ്രാമ്യരാ താമസിക്കും. മോശയുടെ കുടുംബം താമസിക്കും. അവരും ലേവ്യരെ ശുശ്രൂഷ ചെയ്യുന്നു. അഹ്റോൻ്റെ കൂടാരം അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിക്കുക, അവിടെ ഇച്ചിരി യവം കൃഷി ചെയ്തേക്കുക. രാവിലെ 10 മണി വരെ യവകൃഷിയും, അത് കഴിഞ്ഞിട്ട് യാഗാർപ്പണം, ബിസിനസ് ചെയ്യുക. ഞാൻ പറയാം ബിസിനസ് അതൊന്നും തെറ്റെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അവർക്കൊരു മേഖലയുണ്ട്, ശുശ്രൂഷയ്ക്കൊരു മേഖലയുണ്ട്. ശുശ്രൂഷയുടെ മേഖല എന്ന് പറയുന്നത് സമാഗമന കൂടാരം സംബന്ധിച്ച മേഖലയാണ്. എഫെസ്യർ 4-ാം അധ്യായം 7-ാമത്തെ വാക്യം, ബട്ട് ഗ്രേസ് വാസ് ഗിവൺ ടു ഈച്ച് വൺ ഓഫ് us അക്കോർഡിംഗ് ടു ദി മെഷർ ഓഫ് ക്രൈസ്റ്റ് ഗിഫ്റ്റ്. ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം ഓരോരുത്തർക്കും ഓരോ പങ്ക് ലഭിച്ചിരിക്കുന്നു.
അപ്പോൾ ഈ പങ്ക് ലഭിച്ചത് എന്തിനാണ് ഈ കൃപ ലഭിച്ചത്? ദൈവത്തിൻ്റെ ആത്മാവ് കൃപാവരം തന്ന എന്തിനാണ്? സമാപനം കൂടാരം സംബന്ധിച്ച വേല ചെയ്യുക. ആ വേല ഒഴിച്ച് ബാക്കി എന്ത് ചെയ്താലും, ഗിഫ്റ്റ് കൊണ്ട് സമാപന കൂടാരം സംബന്ധിച്ച വേലയല്ലാതെ വേറെ എന്ത് ചെയ്താലും, വേറെ ഏത് ഡിസിപ്ലിനിൽ വേല ചെയ്താലും അത് എന്ത് വേലയല്ല? അവർക്ക് ദൈവാലയത്തിൽ അസൈൻ ചെയ്തിട്ടുള്ള വേലയല്ല, ലേവ്യനെ ഉദ്ദേശിച്ചിട്ടുള്ള വേലയല്ല. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ജോലി ചെയ്യുന്നതിനെയോ കൃഷി ചെയ്യുന്നതിനെയോ കച്ചവടം നടത്തുന്നതിനോ ഒന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല? വിരോധിച്ചിട്ടില്ല. ബട്ട് വി ഹാവ് എ മിനിസ്ട്രി ഇൻ ദ ചർച്ച്. സഭയിലൊരു ശുശ്രൂഷയുണ്ട്. അത് ചെയ്യാതെ നമ്മൾ മറ്റെന്ത് ഡിസിപ്ലിനിൽ വർക്ക് ചെയ്താലും ദറ്റ് ഇസ് നോട്ട് അക്കൗണ്ടഡ്. എനിക്ക് ഏൽപ്പിച്ച ഗിഫ്റ്റ് അല്ലാതെ ഞാൻ മറ്റേത് ഗിഫ്റ്റിൽ ചെയ്താലും, എനിക്ക് ഏൽപ്പിച്ച ഗിഫ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി അതല്ലാതെ വേറെ ഏതെങ്കിലും ചെയ്താലും അതെന്തല്ല? ദൈവാത്മാവ് നൽകുന്ന ശുശ്രൂഷ അല്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 12-ാം അധ്യായം 11-ാം വാക്യം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. എന്താ വരം പകുത്തു കൊടുക്കുന്നത്? ആരാ? ദൈവത്തിൻ്റെ ആത്മാവ്. ഒരേ ആത്മാവ് പകുത്തു കൊടുത്ത വരം എന്തിനു വേണ്ടിയിട്ടാണ്? ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അല്ലേ? അപ്പോൾ പകുത്തു കൊടുത്തത് ശുശ്രൂഷ ചെയ്യാനാണ്, ഗിഫ്റ്റ് നൽകിയത് ശുശ്രൂഷ ചെയ്യാനാണ്. അങ്ങനെയാണെങ്കിൽ ശുശ്രൂഷ ചെയ്യാതിരിക്കുന്നത് അത് തികച്ചും കുറ്റകരമാണ് അല്ലേ? ആത്മാവിനെ അവഗണിക്കുന്നതാണ്. നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിൻ്റെ ലക്ഷ്യം ഒരുപക്ഷെ നമ്മുടെ എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള നേട്ടമാണെങ്കിൽ, ദൈവം നൽകിയ കൃപാവരം ശുശ്രൂഷ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുമോ? ഒരിക്കലും ആകില്ല. അതിനകത്ത് ഒരു ഗെയിനും എടുക്കാനില്ല. കാരണം ഇത് ഗിഫ്റ്റാണ്. ഇറ്റ് ഈസ് ഗിവൺ വിത്ത് എ പർപ്പസ്. ആ പർപ്പസ് സെർവ് ചെയ്യാതെ ആ ഗിഫ്റ്റ് കൊണ്ട് മറ്റെന്തെല്ലാം കാര്യം സെർവ് ചെയ്താലും അതെന്തല്ല? ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ള കാര്യം അല്ല. നമ്മൾ നേരത്തെ വായിച്ച വേദഭാഗം 13-ാം എഫേസ്യ ലേഖനം 4-ാം അധ്യായം, അതിൻ്റെ പ്രവാചകന്മാർ, സുവിശേഷകന്മാരായി, ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരെ നിയമിച്ചിരിക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കുമാകും. അപ്പം ഈ വരങ്ങളൊക്കെ പകുത്തു കൊടുക്കുന്നതും ശുശ്രൂഷകളെ ഏൽപ്പിക്കുന്നതും അവിടുത്തെ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായിട്ടുള്ള ശുശ്രൂഷ, പിന്നെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധന. അപ്പം ആ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഗിഫ്റ്റ്, അല്ലാതെ അത് വേറൊരു കാര്യത്തിനും ചേർന്നതല്ല, ഉപയോഗിക്കാനും പാടുള്ളതല്ല. ഈ ലക്ഷ്യമല്ലാതെ മറ്റേതെങ്കിലും ലക്ഷ്യങ്ങൾ ഒരു ഗിഫ്റ്റിൻ്റെ പിന്നിൽ നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ അത് എന്ന് പറയുന്നത് എന്താണ്? അത് മിസ്യൂസിങ് ആണ്, അതിൻ്റെ ദുരുപയോഗമാണ്. രണ്ടാമത്, പ്രിപ്പറേഷൻ ഫോർ ദി മിനിസ്ട്രിക്കുള്ള ഒരുക്കം. നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിൽ 18-ന്റെ 6-ാമത്തെ വാക്യത്തിൽ that the Levites came with all the desire of his mind. യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് വന്നാൽ അവന് മനസ്സ് പോലെ വരാം. മലയാളത്തിലെ ഭാഷ അത്ര സ്ട്രോങ് അല്ല, ഞാൻ ഇങ്ങനെ പറയട്ടെ, മനസ്സൊരുക്കത്തോടെ വരാം. വിത്ത് പ്രിപ്പയർഡ്നെസ്. എന്താ മനസ്സൊരുക്കം? എനിക്ക് മനസ്സുണ്ടെങ്കിൽ വരാം, അത് മനസ്സുപോലെ വരാം അല്ലേ? എന്നാൽ മനസ്സൊരുക്കത്തോടുകൂടെ, പൂർണ്ണ മനസ്സോടുകൂടെ സംബന്ധിക്കുന്നു അല്ലേ? അപ്പൊ അതിൻ്റെ പിന്നിൽ, ശുശ്രൂഷയുടെ പിന്നിൽ ലേവ്യർ തങ്ങളുടെ പൂർണ്ണ മനസ്സോടും ചെയ്യേണ്ട ശുശ്രൂഷയാണ്. അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് എന്തുണ്ട്? ഒരു പ്രിപ്പറേഷനുണ്ട്. നിങ്ങൾ ഈ ഏജിൻ്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ, ലേവ്യ ഗോത്രത്തിൻ്റെ ലേവ്യരുടെ ശുശ്രൂഷകളെ സംബന്ധിച്ച് ഏജ് പറയുമ്പോൾ
30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ എന്ന് ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് 25 വയസ്സ് മുതൽ 50 വയസ്സ് വരെ. ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമാണ് എന്ന് ചിലർ പറയാറുണ്ട്. എന്ത് തോന്നുന്നു? 30 25? ഇന്ന് പലരും ഈ പ്രായമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. 30 വയസ്സാകാതെ എന്ത് ചെയ്യാൻ പാടില്ല? ആലയത്തിലെ ശുശ്രൂഷ അതുവരെ. ഇപ്പോൾ ചിലരൊക്കെ പറയുന്ന കല്യാണം കഴിഞ്ഞിട്ട് ശുശ്രൂഷ ചെയ്യാവൂ, അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് ശുശ്രൂഷ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 25 വയസ്സ് മുതൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ 5 വർഷം അവർ ആ കാര്യങ്ങളിൽ സഹായിയായിട്ട് നിന്നുള്ള ശുശ്രൂഷകളാണ് ചെയ്യുന്നത്. 30 വയസ്സ് മുതൽ ഉത്തരവാദിത്വത്തോടുകൂടെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് അത് നിർവഹിച്ചു കൊണ്ടേ പോകും. അതാണ് അവിടെ ഉദ്ദേശം. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് പ്രിപ്പയർഡ്നെസ്. അതിന് പ്രിപ്പറേഷൻസ് ആവശ്യമുണ്ട്. ആത്മീയ ശുശ്രൂഷയ്ക്ക് പ്രിപ്പറേഷൻസ് ആവശ്യമുണ്ടോ? നമ്മൾ പറയും വചന ശുശ്രൂഷയാണെങ്കിൽ പ്രിപ്പറേഷൻ വേണം, അതിന് സഫീഷ്യൻ്റ് ആയിട്ട് ടൈം വേണം. വേറെ ഏതെങ്കിലും ശുശ്രൂഷയ്ക്ക് പ്രിപ്പറേഷൻ വേണം? എന്ത് ശുശ്രൂഷയ്ക്കും വേണം. വചനം പഠിക്കുന്ന കാര്യം മാത്രമല്ല, ഏത് ശുശ്രൂഷയ്ക്കും ഒരുക്കം വേണം. ഒരുക്കമില്ലാതെ ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറയട്ടെ, നമ്മൾ ഭക്ഷണ കാര്യങ്ങളിലുള്ള ശുശ്രൂഷ, നമ്മൾ ഒരുക്കം ആവശ്യമുണ്ടോ? വിളമ്പി കൊടുക്കുന്ന ശുശ്രൂഷ ഒരുക്കവും ആവശ്യമാണ്, ധാരാളം കൃപ ആവശ്യം. ഒരുക്കമില്ലാതെ ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല. ആദ്യ നൂറ്റാണ്ടിലെ സഭകളിൽ നമുക്കറിയാം, യെരുശലേം സഭയിലുണ്ടായ വലിയ വിഷയം എന്ന് പറയുന്നത് എവിടെയാണ് വിഷയം? പുൽപ്പിറ്റിലെ വിഷയമൊന്നുമല്ല. വിഷയം എവിടത്തെ? വിധവമാരെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകളിൽ എന്ത് സംഭവിച്ചു? വീഴ്ച സംഭവിച്ചു. അപ്പോൾ അവിടെയുള്ള കാര്യങ്ങൾക്ക് വീഴ്ച സംഭവിച്ചതിൻ്റെ കാര്യം ശരിയായിട്ടുള്ള ഒരുക്കത്തോടുകൂടെയും നല്ല മനസ്സോടുകൂടെയും അത് ചെയ്യാതെ വന്നതുകൊണ്ടാണ്. ശുശ്രൂഷയ്ക്ക് ഒരുക്കം ആവശ്യമാണ്. തിമോഥെയോസിന്റെ 2 ലേഖനം 2:21 ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥനും ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രത്തിന് മാത്രമേ ദൈവം എന്ത് ചെയ്യുള്ളൂ? അതിനെ അപ്പം അതിനൊരു ഒരുക്കം ആവശ്യമാണ്, പ്രിപ്പറേഷൻ ആവശ്യമാണ്, അല്ലേ? മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പബ്ലിക് മിനിസ്ട്രി. ഈ മിനിസ്ട്രി ചെയ്യുന്നത് ബിഫോർ ദി കോൺഗ്രഗേഷൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിൻ്റെ സഭയുടെ മുമ്പാകെയാണ് അവർ ശുശ്രൂഷ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മുമ്പാകെയാണ്. പക്ഷെ അത് രഹസ്യ ശുശ്രൂഷയല്ല. എല്ലാവരും കാണുക, എല്ലാവരും അറിയുന്ന, എല്ലാവരുടെയും മുമ്പാകെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ശുശ്രൂഷയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പബ്ലിക് മിനിസ്ട്രിയാണ്. പബ്ലിക് മിനിസ്ട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്റ്റേജ് മിനിസ്ട്രിയെ കുറിച്ച് ചിന്തിക്കരുത്. ആത്മീക ശുശ്രൂഷകളെല്ലാം പബ്ലിക് മിനിസ്ട്രിയാണ്. എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള മിനിസ്ട്രിയാണ്. പൊതു ഗുണത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയാണ്. അതുകൊണ്ട് ആ ശുശ്രൂഷ ശ്രദ്ധയോടുകൂടെ ചെയ്യേണ്ടതാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. എൻ്റെ സമയം അവസാനിച്ചു. 2 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. മറ്റൊരു കാര്യം, ദി അതോറിറ്റി ഓഫ് ദി മിനിസ്ട്രി. ദേ ഷാൽ മിനിസ്റ്റർ ഇൻ ദി നെയിം ഓഫ് ദി ലോർഡ്. നേരത്തെ സൂചിപ്പിച്ചതാണ്. ദൈവനാമത്തിലല്ലാതെ, ഇൻ ദ നെയിം ഓഫ് ദി ലോർഡ്, യഹോവയുടെ നാമത്തിലല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല. ഓക്കെ? മറ്റാർക്കെങ്കിലും വേണ്ടി അത് ചെയ്യാൻ പറ്റില്ല. പ്രവാചകന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവം നൽകുന്ന വചനം സംസാരിക്കുക എന്നുള്ളതാണ്. ദൈവം അവരുടെ വായിൽ നൽകുന്ന വാക്കുകളെ പ്രസ്താവിക്കുക എന്നുള്ളതാണ്. പ്രവാചകന്റെ എങ്ങനെയാ തിരിച്ചറിയത്? അതിന് പ്രത്യേക മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ദൈവം കൊടുക്കാത്ത വചനങ്ങൾ പറയുന്നത് പ്രവാചക ശുശ്രൂഷയല്ല, അത് കള്ളപ്രവാചകൻ എന്നാണ് പറയുന്നത്. ദൈവം നാവിൽ കൊടുക്കുന്ന വചനങ്ങളാണ് സംസാരിക്കേണ്ടത്. പത്രോസിന്റെ 1 ലേഖനം 4:11 ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെ, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണവുമാകട്ടെ എന്ന് പറഞ്ഞാൽ ഈ ശുശ്രൂഷയുടെ മോട്ടീവും അതിൻ്റെ പ്രേരകവും അതിൻ്റെ സോഴ്സും എല്ലാം ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ച് ദൈവനാമത്തിന് വേണ്ടി ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണം ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ദൈവത്തിൻ്റെ നാമത്തിലുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ ലേവ്യരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് യഹോവയുടെ നാമത്തിലുള്ള ശുശ്രൂഷയാണ്. ദി മെയിൻ്റനൻസ് ഓഫ് ദെയർ മിനിസ്ട്രി, അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷയുടെ അതിൻ്റെ ശമ്പളം എന്താണ് അതിന് അവർക്ക് പകരം
വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനല്ലോ, മരിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. അല്ലേ? നേരത്തെ നമ്മൾ വായിച്ച ഭാഗത്ത് അവർക്ക് സമാംശം കിട്ടണം. അല്ലേ? ഇത് പുതിയ നിയമത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. വേല ചെയ്യുന്നവർ, സുവിശേഷ വേല ചെയ്യുന്നവർ, ശുശ്രൂഷകന്മാർ, അതിൻ്റെ ഉപജീവനം എന്ന് പറയുന്നത് അതിനുള്ള സോഴ്സ് ദൈവം നൽകിയിട്ടുണ്ട്. ഓക്കെ, യോഹന്നാനെ കുറിച്ച് പറയുന്നത് യോഹന്നാൻ്റെ 3-ാം ലേഖനം ഗായോസിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, നീ അവരെ ദൈവത്തിന് യോഗ്യമാകും വണ്ണം യാത്ര അയച്ചാൽ നന്നായിരിക്കും. തിരുനാമം നിമിത്തമല്ലോ അവർ ജാതികളോടൊന്നും വാങ്ങാതെ പുറപ്പെട്ടത്. ഗായോസ് അതിഥി സൽക്കാരത്തിന് വളരെ പ്രിയപ്പെട്ടവനാണ്. മാത്രമല്ല അവരെ യാത്ര അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യാത്ര ചെലവ് ഉൾപ്പെടെ നൽകി അയക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ മോസസെങ്കിലും ചെയ്യുവാനായിട്ട് ഉത്സാഹിച്ച കാര്യവും അത് തന്നെയാണ്. അപ്പോൾ ഹോസ്പിറ്റാലിറ്റി, അതിഥി സൽക്കാരം, ഗായോസ് അതിൽ മുൻപനായിരുന്നു. ഓക്കെ, യാത്രയിൽ അവരെ സഹായിക്കുക. ഫിലിപ്പിയ ലേഖനത്തിൽ 3 ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഫിലിപ്പിയരെ നിങ്ങളാണ് വരവ് ചെലവ് കാര്യത്തിൽ എനിക്ക് കൂട്ടായ്മ കാണിച്ചത്. അത് കാണിക്കുവാൻ തക്കവണ്ണം എപ്പഫ്രാദിത്തോസിൻ്റെ കൈവശം കൊടുത്ത് അയക്കുകയും ചെയ്തു. അപ്പം അത് ശുശ്രൂഷയ്ക്ക് എന്തുണ്ട്? ഒരു പ്രതിഫലം ഉണ്ട്. ഉപജീവനം മാത്രമല്ല പ്രതിഫലമായിട്ട് നൽകുന്നത്. അല്ലേ? ഞാനിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എൻ്റെ പിതാവ് അവനെ മാനിക്കും. ശുശ്രൂഷയ്ക്ക് ഒരു ആദരവുണ്ട്. ആ ആദരം എന്ന് പറയുന്നത് അത് ഭൂമിയിൽ നമുക്കൊരു പക്ഷേ ലഭ്യമായില്ല എന്ന് വന്നേക്കാം. അത് ദൈവസന്നിധിയിൽ ദൈവം അവർക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ യു വിൽ ബി റീപെയ്ഡ്. അതുകൊണ്ട് ആത്മീക ശുശ്രൂഷകൾക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുകയില്ല, നമുക്ക് മെയിൻ്റനൻസ് കിട്ടിയെന്ന് വരികയില്ല. എന്നാൽ ലേവ്യരെ സംബന്ധിച്ച് അതല്ല. അവർക്ക് എന്തുണ്ട്? അവർക്ക് ഇവിടെ വച്ച് തന്നെ അവരുടെ ഓഹരി, ശമ്പളം എന്നല്ല അതിന് പറയുന്നത്, ഓഹരി എന്നാണ് പറയുന്നത്. ഓഹരി എന്ന് പറയുന്നത് ശമ്പളത്തെക്കാളും കൂടിയതാണ്. അല്ലേ? ഷെയർ, ഏതെങ്കിലും ഒരു കമ്പനി ഷെയർ ഹോൾഡർ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നത് എന്താണ്? ശമ്പളമാണ്, ഓഹരിയാണ്. അല്ലേ? അത് എല്ലാ ഇസ്രായേലും ആ ശുശ്രൂഷകൾ ഏൽക്കുമ്പോൾ അവർ നൽകുന്ന ദൈവത്തിൻ്റെ നിയമപ്രകാരമുള്ള ഓഹരി സമാംശമായിട്ട് വീതിക്കപ്പെട്ട് വരുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് എല്ലാ ഇസ്രായേലിനേക്കാളും മാന്യമായിട്ടുള്ള ഒരു ഉപജീവനം തന്നെയാണ്. ഞാനതിൻ്റെ പ്രാരംഭ ഭാഗത്ത് മാത്രമേ വന്നുള്ളൂ. ഈ 3 കുടുംബങ്ങളെയും, അതായത് ഖഹാത്യരും ഗർശോന്യരും മെരാര്യരും ഒക്കെ അവരുടെ ഇൻഡിവിജ്വൽ മിനിസ്ട്രീസിനെ കുറിച്ച് നമുക്ക് പിന്നാലെ ചിന്തിക്കാം. ഇത് ഒരു ഓർപ്പിച്ചുണർത്തലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശുശ്രൂഷയെ നമ്മൾ എത്ര ഗൗരവതരമായിട്ട് സമീപിക്കുന്നു എന്നുള്ളത് നാം ഓരോരുത്തരും വിചിന്തനം ചെയ്യേണ്ടതാണ്. അതിൻ്റെ മേലുള്ള ഉപേക്ഷകൾ, അലസതകൾ, അത് ലേവ്യരോടുള്ള ബന്ധത്തിൽ വളരെ തീക്ഷ്ണമായിട്ട് ദൈവം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പുതിയ നിയമസഭയിലെ ദൈവം തീക്ഷ്ണതയ്ക്ക് കുറവുള്ള ദൈവം അല്ല, അതേ തീക്ഷ്ണവാനായ ദൈവം തന്നെ. അങ്ങനെയാണെങ്കിൽ അത് ദൈവം വളരെ സീരിയസ് ആയിട്ട് കണക്കാക്കുന്നു എങ്കിൽ നമ്മുടെ ശുശ്രൂഷകളെ വളരെ ഗൗരവകരമായിട്ട് നമുക്കതിനെ സമീപിക്കാം. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ.